അത്ഭുതലീലകൾ മാത്രം നിറഞ്ഞ ഭഗവാന്റെ അവതാരങ്ങളിൽ അത്ഭുതം എന്നല്ല, അത്യത്ഭുതം എന്ന് സൂചിപ്പിക്കുന്ന നരസിംഹാവതാര ചരിതമാണ് നമുക്കിനി അനുസ്മരിക്കാനുള്ളത്. ഏതായാലും ഭഗവാന്റെ കാരുണ്യലീലകളെ കുറിക്കുന്ന 6-ാം സ്കന്ധം നമ്മൾ കേട്ടു. വൃത്രാസുര ചരിതം. ജന്മാന്തര പുണ്യം കൊണ്ട് ലഭിച്ചതായ ഭക്തിയാണ് ഒരസുരനെ പോലും ഭാഗവതത്തിലേക്ക് എത്തിക്കുന്നത്. നാരായണേ ഭഗവതി കഥമാസിൽ ദൃഢാമതി. പരീക്ഷിച്ച് ചോദിക്കുക, ഒരസുരൻ എങ്ങനെ കിട്ടി ഇങ്ങനൊരു ഭക്തി? നാമം ജപിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും, നാമം ജപിക്കാനുള്ള നാവുണ്ടായിട്ടും, നാമം ജപിക്കാനുള്ള സകല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നാമം ജപിക്കണില്ല ലോകം. എന്നിരിക്കെ ഇനി നാമം ജപിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ വരുന്നില്ല അല്ലേ? സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉറക്കെ ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിച്ചാൽ എത്ര ശബ്ദം ഉണ്ടാവും നോക്കാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഇപ്പം എല്ലാവരും ജപിച്ചിട്ടുണ്ടാവുമോ? എല്ലാവരും ജപിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. ജപിക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നിങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗവതത്തിന് മുൻപിൽ ഇരിക്കണമെങ്കിൽ നാമം ജപിക്കണ്ട എന്നുള്ള ധാരണയുള്ളവരല്ല നിങ്ങൾ. ജപിക്കണം തന്നെ ആഗ്രഹം. ഗോവിന്ദ ഗോവിന്ദ എന്നുറക്കെ ജപിക്കണം തന്നെയാ മോഹവും. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടം വരെ വരുന്ന ആ നാമം പുറത്തേക്ക് വരുമ്പോഴേക്കും ഗോവിന്ദ ഗോവിന്ദ ആരോ ഒരാൾ ഉള്ളിന്ന് പിടിച്ചു വലിക്കുക. എന്നാ ശബ്ദമില്ലാത്തവരാണോ നമ്മള്? ഉറക്കെ വിളിക്കാൻ പറ്റാത്ത ആളാണോ നമ്മള്? അല്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ സാമ്പാർ എന്ന് എത്ര ശബ്ദത്തിലാണ് വിളിക്കുന്നത്? സാമ്പാർ 3 അക്ഷരം, ഗോവിന്ദ 3 അക്ഷരം. പക്ഷെ ആ ഉഷാറൊന്നും നാമം ജപത്തിന് വരണില്ല. അപ്പോ മനുഷ്യജന്മം ലഭിച്ചിട്ടും ഭഗവാന്റെ നാമം ജപിക്കാനുള്ള അവസരം ലഭിച്ചിട്ടും നാമം ജപിക്കാൻ നമ്മൾ വിമുഖത കാണിക്കുമ്പോൾ ഒരസുരൻ, അതും യുദ്ധഭൂമിയിൽ വച്ച്, അതും മരണ രംഗം മുൻപിൽ കണ്ടുകൊണ്ട്, തൻ്റെ ശത്രുവായ ഇന്ദ്രന്റെ മുൻപിൽ വച്ച് അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയ. ഗുരുവായൂരപ്പ, അങ്ങയുടെ ദാസനാകാനുള്ള യോഗ്യതൊന്നും എനിക്കില്ല. എങ്കിലും ആ ദാസപരമ്പരയിൽ അവസാനത്തെ ഒരു കണ്ണിയായിട്ടെങ്കിലും എന്നെ ചേർത്തു വയ്ക്കണേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാം, ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേൽ. ജന്മാന്തര പുണ്യം ഒന്നുകൊണ്ട് മാത്രമേ ഒരാളുടെ ഉള്ളിൽ നിന്ന് നാമം ഭാഗവതം എന്ന് തന്നെ പുറത്തേക്ക് വരുള്ളൂ. എവിടെ ഒരു സ്ഥലത്ത് സപ്താഹത്തിന് പോയപ്പോൾ ഒരാള് എന്നോട് ചോദിച്ചു, നിങ്ങൾ വായിക്കുന്ന ഈ പുസ്തകം എവിടുന്നാ വാങ്ങാൻ കിട്ടുക? രണ്ടാമത്തെ ചോദ്യം, ഈ പുസ്തകത്തിന് എത്ര പൈസയാവും? മൂന്നാമത്തെ ചോദ്യം, ഈ പുസ്തകം മലയാളത്തിലാണോ സംസ്കൃതത്തിലാണോ? നാലാമത്തെ ചോദ്യം, ഈ പുസ്തകം പഠിപ്പിക്കുന്ന വല്ല കോഴ്സോ മറ്റോ ഉണ്ടോ? അപ്പൊ ഇവനിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് എന്താ അറിയോ? ഈ പുസ്തകം ആ പുസ്തകം മറ്റേ പുസ്തകം എന്നല്ലാണ്ട് ഭാഗവതം നാവുന്ന് വരണില്ല. അപ്പൊ ഭാഗവതം കേൾക്കാനല്ല, ഭാഗവതം പറയാനല്ല, ഭാഗവതം എന്ന് പറയാൻ തന്നെ പുണ്യം വേണം. എങ്കിൽ വൃത്രാസുരൻ ചില്ലറക്കാരനല്ല. ആരാ വൃത്രാസുരൻ എന്ന് ചോദിച്ചപ്പോഴാണ് ഭഗവാന്റെ പോഷണലീലയെ, കാരുണ്യഭാവത്തെ ഓർമ്മിപ്പിക്കാൻ വൃത്രാസുരന്റെ പൂർവജന്മചരിതം ചിത്രകേതു എന്ന രാജാവിൻ്റെ കഥ കൂടി വർണ്ണിച്ചത്. അപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളെ ഓർമ്മിപ്പിക്കണതെന്ന് വെച്ചാൽ, ഇന്ന് ഈ ശ്രീകൃഷ്ണസ്വാമിയുടെ തിരുമുറ്റത്ത് ഭാഗവത മണ്ഡപത്തില് ഞാനിരുന്ന് ഭഗവാന്റെ കഥ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളിരുന്ന് ഭഗവാന്റെ കഥ കേൾക്കുന്നുണ്ടെങ്കിൽ,
ഇത് നമ്മളുടെ മാത്രം കേമത്വം അല്ലെങ്കിൽ നമ്മളുടെ ശ്രേഷ്ഠത എന്ന് വിചാരിക്കേണ്ടെന്ന. ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേൽ. അല്ലേ, നമ്മള് ജന്മാന്തരത്തില് എവിടെയോ ചെയ്ത ഒരു പുണ്യം. എന്താ കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നത്? നമ്മള് ആരായിരുന്നു? നമ്മൾ കഴിഞ്ഞ ജന്മത്തില് ആരായിരുന്നു? അസലായി ഓർമ്മയില്ല. പോട്ടെ, ഈ ജന്മം മുഴുവൻ ഓർമ്മയുണ്ടോ? അമ്മയുടെ ഗർഭത്തിൽ കിടന്നത് ഓർമ്മയുണ്ടോ? അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഓർമ്മയുണ്ടോ? ഇല്ല. നമുക്ക് ഈ ജന്മം തന്നെ മുഴുവൻ ഓർമ്മയില്ല. അപ്പൊ പിന്നെ കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പൊ നമ്മൾ മറന്നു കഴിഞ്ഞ ജന്മം എന്തായിരുന്നു എന്നും കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ ചെയ്തു എന്നും നമ്മൾ മറന്നു. പക്ഷേ നമ്മൾ മറന്നിട്ടും മറക്കാതെ നമ്മൾ ചെയ്ത ഒരു പുണ്യം സൂക്ഷിച്ചു വച്ച് ആവശ്യമുള്ളപ്പോൾ കാക്കുവാനാകുന്ന ദൈവത്തെ വാഴ്ത്തിയോൻ ഞാനേ ധന്യൻ. ഇപ്പോഴാണ് ആവശ്യം. എപ്പോ? ഈ താപത്രയങ്ങളുടെ ചൂടില് എനിക്കാരാണ് ആശ്രയമെന്നറിയാതെ ആശ്രയിക്കേണ്ടത് ആരെയാണ് എന്ന് ചിന്തിക്കാൻ പറ്റിയ ഈ ഒരു മനുഷ്യജന്മമാണ് നമുക്ക് പറ്റിയ അവസരം. ഇപ്പൊ കിട്ടണം ഭാഗവതം. അത് കൃത്യമായിട്ട് പൂർവജന്മ പുണ്യത്തെ ഓർമ്മിച്ച് കൊണ്ടു തന്നത് കാരുണ്യസ്വരൂപനായ ഈ ഭഗവാനാണെങ്കിൽ ഇന്നിവിടെ നമ്മൾ ഇരിക്കുന്നതും ഇന്നിവിടെ പറയുന്നതും ഇന്നിവിടെ കേൾക്കുന്നതും ഒക്കെ ആ ഭഗവാന്റെ കാരുണ്യമാണ്, പോഷണം ആണ്. 6-ാമത്തെ സ്കന്ധം ഈ ഒരു പോഷണലീലയെ, ഒരു ജീവനെ കേനാപ്യുപായേന ഏത് വിധത്തിലെങ്കിലും ഈ പ്രാരബ്ധത്തിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ എത്ര വിധത്തിലുള്ള യോഗ ഉപാസനകള്, യോഗ പദ്ധതികൾ ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്നു. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, സാഖ്യയോഗം, അല്ലേ, ധ്യാനയോഗം. നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സൗകര്യം അതിൽ കയറാം, അതിൽ ഉപയോഗിക്കാം. ഏതിൽ കൂടിയിട്ടായാലും എത്തേണ്ടത് പരമേവ ലക്ഷ്യം, ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം. ഇവിടുന്ന് ഇപ്പോൾ ബോംബെയിലേക്ക് എങ്ങനെയാ പോവാന്ന് ചോദിച്ചാൽ ബസ്സിന് പോവാം. അയ്യോ, കുറേ സമയം ബസ്സിലിരുന്നാൽ ഞാൻ ചില കലാപരിപാടിയൊക്കെ പതിവുണ്ട്. എന്നാൽ പിന്നെ ട്രെയിനിന് പോവാം, ഫ്ലൈറ്റിന് പോവാം. ഇനി നടന്നിട്ട് പോയാത്തില്ലേ? നടന്നെത്തില്ലേ ബോംബെയിൽ? എത്തുകയൊക്കെ ചെയ്യും. പക്ഷെ താമസം പിടിക്കുന്നു മാത്രം. അതിനുള്ള ആരോഗ്യം വേണം എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ സ്ഥിതിക്കും നമ്മുടെ കഴിവിനും അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള വാഹനം തിരഞ്ഞെടുക്കാം ഒരേ സ്ഥലത്തേക്ക്. ഇതേപോലെ നമുക്ക് ഏതാണോ അനുയോജ്യം ആ യോഗ പദ്ധതിയെ സ്വീകരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ ഭാഗവതത്തെ തന്നെ എത്ര വിധത്തിലുള്ള ആൾക്കാർ ഇവിടെ വീക്ഷിക്കുന്നുണ്ട്, അല്ലേ? ഒരാൾ പറയും കഥായമാസ്തേ, അല്ലേ, വചോ വിഭൂതി നതുപാരം. ഇതൊക്കെ വെറും കഥ മാത്രം. ഇതൊക്കെ വെറും കഥ മാത്രമാണ്. നമ്മൾ അതിൻ്റെ തത്വം മാത്രം എടുത്താൽ മതി. അങ്ങനെ എടുത്തോട്ടെ. ചില ആൾക്കാർ പറയും അതല്ല, ഇത് വെറും കഥയല്ല കേട്ടോ, ഇത് ഭഗവാന്റെ ആനന്ദലീലകൾ, അത് പാടുന്നതും കേൾക്കുന്നതും തന്നെയാണ് മധുരം, കഥ തന്നെയാണ് ഭാഗവതം. എന്നാ അങ്ങനെ. അപ്പൊ ജ്ഞാനികൾക്ക് ജ്ഞാനസ്വരൂപനായിട്ടും തത്വചിന്തകന്മാർക്ക് തത്വസ്വരൂപമായിട്ടും ഭക്തന്മാർക്ക് പ്രത്യക്ഷ കൃഷ്ണഭാവത്തിലും ഒരേ ഭാഗവതം നമ്മളെ അനുഗ്രഹിക്കണില്ലേ? ഇതുപോലെ ഭഗവാനിലേക്ക് എത്താൻ നമുക്ക് ഏത് വിധത്തിലുള്ള ഉപാസനകളെ, യോഗ പദ്ധതികളെയും സ്വീകരിക്കാം. പക്ഷെ ഈ പറഞ്ഞ യോഗ പദ്ധതികളൊക്കെ ഭഗവാൻ തന്നെ വന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് ഭഗവാന് യോഗേശ്വരൻ എന്ന് പേര് വന്നത്, അല്ലേ? ഭഗവാനിൽ നിന്ന് നമ്മളൊക്കെ പ്രാരബ്ധത്തിലേക്ക് വീണു, തിരിച്ച് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി ഇത്രയും പദ്ധതികൾ ഭഗവാൻ പറഞ്ഞു തരുകയും ചെയ്തു. ഇത്രയ്ക്കൊക്കെ യോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗമൊക്കെ ഉണ്ടെങ്കിലും ഇതിലൊന്നും കയറാണ്ട്, ഈ യോഗ പദ്ധതികളൊന്നും ഉപയോഗിക്കാണ്ട് നമ്മളൊക്കെ അവനവനായിട്ടൊരു യോഗം ഉണ്ടാക്കും. ഈ യോഗ പദ്ധതികളൊന്നും കയറാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയോ? സ്വന്തമായിട്ടൊരു യോഗം ഉണ്ടാക്കും. അതേതാ സ്വന്തമായിട്ടുണ്ടാക്കുന്ന യോഗം?
നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു യോഗ ഉണ്ടല്ലോ, താടിക്ക് കൈ കൊടുത്ത് പറയുന്ന ഒരു യോഗമില്ലേ? കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം, അതൊക്കെ ഭഗവാൻ ഉണ്ടാക്കിയതാ. ഇതിലൊന്നും കയറാണ്ട് കുറച്ചെണ്ണം എൻ്റെ യോഗം എന്ന് പറഞ്ഞിരിക്കാറുണ്ട്. ഈ എൻ്റെ യോഗക്കാരുടെ കഥ നല്ല രസാ. ഒരു എൻ്റെ യോഗക്കാരൻ്റെ കഥ പറയാം. ഭാഗവതം കുറച്ച് കേൾക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞു വന്ന് ഇവിടെ ഇരുന്നു. ഇവിടെ ഇരിക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ആരോ ഫോൺ വിളിച്ചു. അവിടെ വീട്ടിൽ ആരോ വന്നിട്ടുണ്ട്. ഉടനെ ഇയാൾ എണീറ്റു, നേരെ പോയി ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പരിചയക്കാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തേ വേഗം പോണത്? അയ്യോ, ഞാൻ കുറച്ച് ഭാഗവതം കേൾക്കാൻ വിചാരിച്ചു വന്നത്. അപ്പോഴേക്കും വീട്ടിൽ ആരോ വന്നു. ആരാ വന്നത്? ഇന്നാൾ വന്നു. എന്തിനാ വന്നത്? ഇന്ന കാര്യത്തിന്. അപ്പം എന്ത് പറ്റി? ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് 1.5 മണിക്കൂർ വർത്തമാനം പറയും. എന്നിട്ട് അവസാനം പറയണ ഒരു വാക്കുണ്ട്. എന്താ അറിയോ? കുറച്ച് ഭാഗവതം കേൾക്കാന്ന് വിചാരിച്ചു വന്നതാ, അതിനും കൂടി എനിക്ക് ഭാഗ്യമില്ല. ഈ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലോ? അപ്പോ ഇത്തരത്തിൽ ഒരു തരത്തിലും ഭഗവാനിലേക്ക് ഉയരാൻ ഇടയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെയും എന്തെങ്കിലും കാരണമുണ്ടാക്കി അനുഗ്രഹിക്കും ഭഗവാൻ. കാരണം മമൈവാംശോ ജീവലോകേ, ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവനും എൻ്റെ അംശമാണ്, എന്നിലേക്ക് എത്തേണ്ടതാണ് എന്ന കാരുണ്യം നമുക്കില്ലെങ്കിലും, ഓർമ്മ നമുക്കില്ലെങ്കിലും ഭഗവാൻ ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് നമ്മളൊക്കെ ഈ ഉച്ച കഴിഞ്ഞിട്ടും ഭാഗവതത്തിന് മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ആ കാരുണ്യലീലകളെ പാടി പിന്നീട് ഇതാ സപ്തമസ്കന്ധത്തിലേക്ക് കർമ്മവാസന ഊതി എന്ന ലക്ഷണത്തെ കുറിക്കുന്നതായ 7-ാം സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഒരു സംശയമാണ് ഇവിടെ. മുൻപുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, നനു സ്വാർത്ഥപരോ ലോക നവേദ പരസങ്കടം. ഈ ലോകത്തിൽ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ അത് സ്വാർത്ഥത വെച്ചിട്ടാണ്. അയാളെ സ്നേഹിച്ചാൽ എനിക്ക് നേട്ടമുണ്ട്, എന്നാൽ അയാളെ സ്നേഹിക്കാം. ഇയാളെ സ്നേഹിച്ചിട്ട് എനിക്ക് ഒരു ഗുണവും ഇല്ല, എന്നാൽ പിന്നെ അയാളെ സ്നേഹിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ നമ്മളുടെ ഈ ലോകത്തിൽ പതിവാണ്. എന്നാൽ ഭഗവാൻ എന്തിനാ ഇങ്ങനെ ഈ സ്വാർത്ഥതയും നിസ്വാർത്ഥതയും കാണിക്കുന്നത്? ഭഗവാൻ എന്താ ഈ പക്ഷഭേദം കാണിക്കുന്നത്? എന്തേ? ദേവന്മാരെ സഹായിച്ചു എന്നല്ലാതെ അസുരന്മാരെ സഹായിച്ചു എന്ന് ഞാൻ അധികമൊന്നും കേൾക്കണില്ല. അപ്പൊ ഭഗവാൻ ദേവന്മാരെ സഹായിച്ചത് കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും നേടാനുണ്ടോ? ഇല്ല. അസുരന്മാരെ സഹായിക്കാണ്ട് വെറുത്തത് കൊണ്ട് ഭഗവാന് വല്ല ഗുണമുണ്ടോ? ഇല്ല. അപ്പോ ഒരു തരത്തിലും ദേവന്മാരെ സ്നേഹിച്ചത് കൊണ്ട് നേട്ടമോ അസുരന്മാരെ വെറുത്തത് കൊണ്ട് വിഷമമോ ഇല്ലാത്ത ഭഗവാൻ എന്താ ഈ പക്ഷഭേദം കാണിക്കുന്നത്? ഭഗവാൻ എന്താ അസുരന്മാരെ സ്നേഹിക്കാത്തത്, ദേവന്മാരെ സ്നേഹിക്കുന്നത് എന്നൊക്കെ സംശയം ചോദിച്ചപ്പോൾ പരീക്ഷത്തിനോട് ശുഗബ്രഹ്മ ഋഷി പറഞ്ഞു, ഹേ പരീക്ഷത്തെ, ഭഗവാൻ എന്താ അങ്ങനെ ചെയ്തത്, ഭഗവാൻ എന്താ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. ഈശ്വര ലീലകളെ കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യാൻ പുറപ്പെടുകയാണെങ്കിൽ അതിന് ഗുരുനാഥൻ നൽകുന്ന ഒരു ഉത്തരം, എന്താ ഭഗവാൻ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് ഭഗവാനെ അറിയുള്ളൂ. ഹരേ ശരീതം അദ്ഭുതം. അല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണാവതാരം കേൾക്കാം. കൃഷ്ണാവതാരം ആദ്യം 6-ാം ദിവസം പൂതന എന്നുള്ള ഒരു രാക്ഷസി വന്നു കൃഷ്ണന്റെ അടുത്തേക്ക് സുന്ദരിയായിട്ട് പൂതന കടന്നു വന്നപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? 6-ാം ദിവസമേ ആയിട്ടുള്ളൂ, നല്ല കളവ് പഠിച്ചിട്ടുണ്ട്. പൂതന അടുത്തെത്തിയതും കണ്ണടച്ചു. നിമീലിതേക്ഷണ. എന്താ കൃഷ്ണൻ കണ്ണടയ്ക്കാൻ കാരണം? അയ്യോ, ഓരോ ഭാഗവത ആചാര്യന്മാർ എന്തൊക്കെ പറയുന്നതോ ഇന്നതുകൊണ്ടാ കൃഷ്ണൻ കണ്ണടയ്ക്കാൻ കാരണം, ഇന്നതാണ് കൃഷ്ണൻ ഇങ്ങനെ ഇഷ്ടം പോലെ കാരണങ്ങള് ഭഗവാൻ ഒന്ന് കണ്ണടച്ചതിന് ഭാഗവതന്മാര് അവരവരുടെ ബുദ്ധിയിൽ തോന്നുന്നത് പോലെ പറയും. പക്ഷേ അന്ന് ഭഗവാൻ എന്തിനാ കണ്ണടച്ചത് എന്ന് സത്യമായിട്ടും അറിയണ ഒരാളേ ഉള്ളൂ. ആര്? ആ കണ്ണടച്ച കൃഷ്ണൻ മാത്രം. അപ്പോ എന്തേ ഭഗവാൻ അങ്ങനെ, എന്തേ ഭഗവാൻ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊരു ഉത്തരം, ഹരേ ചരിതം അദ്ഭുതം. അത് ഭഗവാന് മാത്രം അറിയുന്ന കാര്യം, നമുക്കറിയില്ല. പിന്നെ അങ്ങയ്ക്ക് ഇങ്ങനൊരു സംശയം തോന്നിയതിൽ എനിക്ക് അത്ഭുതം തോന്നണില്ല. കാരണം അങ്ങയുടെ മുത്തശ്ശനായ യുധിഷ്ഠിരൻ പണ്ട് ഇതുപോലൊരു ചോദ്യം നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട്.
എന്ന് പറഞ്ഞ് നരസിംഹാവതാര ചരിതത്തെ പാടാൻ രംഗവേദി ഒന്ന് മാറ്റുകയാണ് ഇവിടെ വ്യാസൻ. അല്ലേ? നാടകത്തിലൊക്കെ ചില രംഗങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ ലൈറ്റൊക്കെ അങ്ങ് ഓഫാവും. ലൈറ്റ് ഓഫായി പിന്നെ ലൈറ്റ് അങ്ങ് വരുമ്പോഴേക്കും സ്റ്റേജിൽ രംഗവേദി അങ്ങ് മാറിയിട്ടുണ്ടാവും. കർട്ടൻ അങ്ങ് നീക്കി അപ്പോഴേക്കും പുറകിലുള്ള വേറൊരു ചിത്രം, അല്ലേ, വേറൊരു സീനറി വരും. ഇതുപോലെ വ്യാസന്റെ സംവിധാനത്തിൽ ഇപ്പോൾ രംഗവേദി അങ്ങ് മാറുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് എന്താ? പാണ്ഡവന്മാർ നടത്തിയ 18 മാസം നീണ്ടു നിൽക്കുന്ന രാജസൂയ മഹായാഗം. ആ രാജസൂയ മഹായാഗത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തം അഗ്രാസന പൂജ. ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ പൂജിക്കേണ്ടതായ രംഗമെത്തി. എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ ആ പീഠത്തിലേക്ക് ഇരുത്തി ഭംഗിയായിട്ട് ഭഗവാന്റെ പാദപൂജ ചെയ്ത് അഭിഷേകം ചെയ്തു. എല്ലാവരും കൃഷ്ണാഹരേജയ കൃഷ്ണാഹരേജയ എന്ന നാമം ജപിച്ചു. എല്ലാവരും നാമം ജപിച്ചപ്പോൾ ഒരുത്തം മാത്രം മിണ്ടിയില്ല. ഒടുവിൽ ശിശുപാലൻ എന്ന മഹാദുഷ്ടൻ, കൃഷ്ണദ്വേഷി, താൻ ഇരിക്കുന്നതായ പീഠത്തിന്റെ മുകളിൽ കയറി നിന്ന് കൃഷ്ണനെ ശകാരിച്ചു. ശകാരം അതിര് കടന്നതും ഭഗവാൻ ചക്രായുധത്തെ അയച്ച് ശിശുപാലന്റെ ശിരസ് ഛേദിച്ചു. ഇതുവരെയുള്ള കാര്യം എല്ലാവർക്കും സന്തോഷമായി. ആ കൃഷ്ണനെ ചീത്ത വിളിച്ചില്ലേ അവൻ ഇതന്നെ കിട്ടണം എന്നെല്ലാവരും സന്തോഷിച്ചു. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് നടന്നത് സകലരും അത്ഭുതത്തോടുകൂടി കണ്ടു. ചൈദ്യദേഹോദ്ധിതം ജ്യോതി വാസുദേവമുപാവിശൽ. ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് ഒരു ജ്യോതിസ് ഭഗവാന്റെ പൂജിച്ചു വച്ച പാദാരവിന്ദത്തിലേക്ക് അങ്ങനെ ലയിച്ചു. ഭക്തന്റെ പുഷ്പാഞ്ജലി പോലെ ആ ജീവനെ ഭഗവാൻ തൻ്റെ പാദത്തിലേക്ക് അങ്ങനെ സ്വീകരിക്കുന്ന കാഴ്ച കണ്ടതും രാജസൂയ യാഗത്തിന് യജമാനനായിട്ടിരിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവ് തൊട്ടരികിലിരിക്കുന്ന നാരദരെ പതുക്കെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, നാരദ മഹർഷേ, ഈ കൃഷ്ണൻ ആള് ശരിയല്ല കേട്ടോ. അസലായി. കൃഷ്ണനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ യാഗം നടത്തിയിട്ട് യാഗം കഴിയാറാവുമ്പോൾ അങ്ങേക്ക് എന്താ ഇങ്ങനെ തോന്നാൻ കാരണം ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ യാഗം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവരും കൃഷ്ണന്റെ നാമം ജപിക്കട്ടെ, എല്ലാവരും കൃഷ്ണന്റെ ഭക്തി ഉണ്ടാവട്ടെ എല്ലാവർക്കും, ഇതിനു വേണ്ടിയിട്ടാ. എന്നിട്ട് ഈ നാമം ജപിക്കുന്ന ആൾക്കാർ മുഴുവൻ നോക്കി നിൽക്കേ ചീത്ത വിളിച്ച ശിശുപാലൻ മോക്ഷവും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പോ ഈ നാമം ജപിക്കുന്ന ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുന്നുണ്ടാവുക? നാരദർക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കൂ. ഇത്ര സമയം കൃഷ്ണരാമ ഗോവിന്ദ എന്ന് ജപിച്ചവരൊക്കെ നിർത്തി. ഒരെണ്ണം ഇപ്പൊ നാമം ജപിക്കുന്നില്ല. അവരെന്താ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക? അല്ല, ഞാനിപ്പോ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? ശിശുപാലൻ എന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു പേടിട്ട് നിന്നിട്ട് ഞാനും തുടങ്ങിയാലോന്നാ. എന്ത്? കൃഷ്ണനെ ചീത്ത വിളിക്കാൻ. അപ്പൊ നാരദര് യുധിഷ്ഠിരനോട് പറഞ്ഞു, അങ്ങേക്ക് സാധിക്കുമോ? എന്താ പറ്റാണ്ട്? എന്നാ പിന്നെ ഒരു സംശയമില്ല, ഒട്ടും വൈകണ്ട, ഇപ്പോഴും തന്നെ തുടങ്ങിക്കോളൂ. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, ശിശുപാലം വിളിച്ചതുപോലെ ആവോ അങ്ങ് വിളിക്കണത് എന്നാ എനിക്ക് സംശയം. അല്ലേ? പണ്ടൊരു നമ്പൂതിരി വല്ലാണ്ട് ദേഷ്യം വന്ന് ആരെയോ ഒരാളെ ചീത്ത വിളിച്ച് ചുണ്ടിയെടുത്ത് ഇല്ലത്തു വന്ന് അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. ഭാര്യ വന്നിട്ട് ചോദിച്ചു, എന്തു പറ്റി? വല്ലാണ്ട് ദേഷ്യം വന്നു. എന്നിട്ട് അവസാനം ഞാൻ പറയാൻ പാടില്ല, അത്ര വൃത്തികെട്ടൊരു ചീത്ത വിളിച്ചു. എന്തു വിളിച്ചു? ഞാൻ ശുംഭെന്ന് വിളിച്ചു. ഓ, ഇതാ ഇത്ര വലിയ കാര്യം. യുധിഷ്ഠിര, അങ്ങയ്ക്ക് കൃഷ്ണനെ ചീത്ത വിളിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങ് വിളിച്ചോളൂ. ശിശുപാലൻ വിളിക്കണത് കണ്ടിട്ട് തുടങ്ങണ്ട. കാരണം ആരഭ്യ കളഭാഷിണി. ശിശുപാലന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബിസിനസ് അല്ല. അത്യാവശ്യം അച്ഛാ അമ്മയെന്നൊക്കെ കളകളാന്ന് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പ്രായം ഉണ്ടല്ലോ. അന്ന് അച്ഛാ അമ്മയെന്ന് വിളിക്കുന്നതിന് മുമ്പേ ശിശുപാലൻ തുടങ്ങിയതാ കൃഷ്ണനെ ചീത്ത വിളിക്കാൻ. അയാൾക്ക് അതിന് ലൈസൻസ് ഉണ്ട്. ഭഗവാന്റെ പാർഷദന്മാരിൽ ഒരാളാണ്. ഭഗവാൻ വിദ്വേഷഭാവത്തെ നൽകിയിട്ട് വിട്ട ആളാ. പിന്നെ അങ്ങയ്ക്ക് കൃഷ്ണനോട് ദ്വേഷമല്ലല്ലോ, സ്നേഹമല്ലേ? ഞാൻ ചോദിക്കട്ടെ യുധിഷ്ഠിര, ഈ സിംഹാസനത്തിൽ ഇരുന്നിട്ട് കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചീത്ത വിളിക്കാൻ പോയിട്ട് ഒരു വാക്ക് ഉച്ചരിക്കാൻ അങ്ങയ്ക്ക് സാധിക്കൂ? രാജസൂയ യാഗത്തിനായി ദ്വാരകയിൽ നിന്നും കൃഷ്ണൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും അങ്ങയുടെ കണ്ണ് ഞാൻ നിറയണത് കണ്ടതാ. ഭഗവാനെ പൂജിക്കാനുള്ളതായ
അഭിഷേക വസ്തുക്കള്, അലങ്കാര വസ്തുക്കള്, ഇതൊക്കെ തയ്യാറാക്കി വെച്ച് കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയാൽ കാല് കഴുകിക്കണം, മാല ചാർത്തണം, പുഷ്പാഞ്ജലി ചെയ്യണം, പ്രദക്ഷിണം വയ്ക്കണം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന ആ നിമിഷം ഭഗവാനെ കണ്ടതും ദോർഭ്യാം പരിഷ്വജ്യരമാമലാലയം മുകുന്ദഗാത്രം നൃപതിർഹദാശുഭ. അഭിഷേകം മറന്നു, അലങ്കാരം മറന്നു, നമസ്കാരം മറന്നു, ഓടിച്ചെന്ന് ആ കൃഷ്ണനെ മാറിലേക്ക് ചേർത്തു പിടിച്ച അങ്ങയുടെ സ്നേഹം അത് കണ്ട ആളല്ലേ ഞാൻ? ഒന്ന് ചോദിക്കട്ടെ യുധിഷ്ഠിര, പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ചീത്ത വിളിക്കാൻ അങ്ങയ്ക്ക് പറ്റുമോ? എന്നിട്ടല്ലേ 108? ചീത്തയൊന്നും വിളിച്ചിട്ടില്ലേ? നാരദർ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും യുധിഷ്ഠിരന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. നാരദരോട് പറഞ്ഞു, ഞാൻ അറിയാണ്ടൊരാവേശത്തിന് പറഞ്ഞു പോയതാ, സാധിക്കില്ല. ഭഗവാനോട് എനിക്കൊരു വാക്കുപോലും പറയാൻ സാധിക്കാറില്ല. പ്രേംണാനോവാച കിഞ്ചന. കണ്ണിൽ നിന്ന് വെള്ളം ആനന്ദ ബാഷ്പമായിട്ടാണ് യുധിഷ്ഠിരൻ സംസാരിക്കുക ഭഗവാനോട്. എങ്കിൽ യുധിഷ്ഠിര, അങ്ങ് കരുതരുത് ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ചന്ദനക്കുറിയിടലും നാമം ജപിക്കലും മാത്രമാണ് എന്ന്. അതും ഭക്തിയാണ്. പക്ഷേ ഭക്തി എന്നുള്ളത് നമ്മളുടെ മനസ്സിലുള്ള ഭഗവത് സ്മരണയാണ്. അതേത് വികാരമായാലും ഭഗവാനിലേക്ക് വച്ചാൽ അത് ഭക്തിയാണ്. കാമമാണെങ്കിലും ദ്വേഷമാണെങ്കിലും സ്നേഹമാണെങ്കിലും വാത്സല്യമാണെങ്കിലും ഒക്കെ ഭഗവാനിലേക്ക് ചേർത്തു വച്ചാൽ അത് ഭക്തിയാണ്. അപ്പൊ ഭക്തി എന്ന് വെച്ചാൽ കേവലം ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന കാണുന്ന അല്ലേ, നമ്മളൊക്കെ ഭക്തന്മാരാണ് എന്ന് ആരാ തീരുമാനിച്ചത്? അമ്പലത്തിൽ പോയാൽ അനൗൺസ്മെന്റ് കേൾക്കാം, എന്ത്? ഭക്തജനങ്ങളെ. അപ്പൊ നമ്മൾ തലപൊക്കി നോക്കും. ഇപ്പൊ കുറെ ആള് നോക്കിയില്ലേ ഉറക്കത്തിന്റെ ഇടയിൽ നിന്ന്? അതുപോലെ തലപൊക്കി നോക്കും. എന്നെ വിളിച്ചു. നമ്മൾ ഭക്തനാണെന്ന് ആരാ പറഞ്ഞത്? നമ്മൾ ഭക്തനാണെന്ന് ആരാ പറഞ്ഞത്? നമ്മൾ എന്നെ പറഞ്ഞു അല്ലേ? ചന്ദനക്കുറിയും ഭസ്മൊക്കെ ഇട്ട് 4 ദിവസം ഇരുന്നപ്പോ ഏതോ ഒരു സിനിമയിൽ പറയണില്ലേ, ഞാൻ തന്നെ എന്നെ വിളിക്കുന്ന പേര് വിമൽകുമാറാണെന്ന്. അതുപോലെ നമ്മൾ തന്നെ നമ്മളെ ഭക്തൻ എന്ന് വിളിച്ചു. ഇവിടെ ഭക്തി എന്ന് വെച്ചാൽ ഇതാ, കേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയൽ. ഏത് വിധത്തിലാണെങ്കിലും മനസ്സില് ഭഗവത് സ്മരണ ഉണ്ടാവുക അല്ലേ? വിരലിടുമ്പോ മോതിരം, കഴുത്തിലിടുമ്പോ മാല എന്നൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇതൊക്കെ ആത്യന്തികമായിട്ട് സ്വർണമാണ് എന്നതുപോലെ ഏത് വികാരവും ഭഗവാനിലേക്ക് ചേർത്തു വച്ചാൽ ഭഗവാൻ നോക്കുന്നത് അതുമാത്രമാണ്, തന്നെ എത്ര സ്മരിച്ചു അതുമാത്രമാണ് അല്ലേ? ഇപ്പൊ സപ്താഹത്തിന് ഭാഗവതത്തിന് നിങ്ങൾ വരുമ്പോ പലതരത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും. തുളസി, ചക്കി, ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല പൂക്കൾ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഈ കൊണ്ടുവരുന്ന പുഷ്പങ്ങളൊക്കെ ഈ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് പുഷ്പാഞ്ജലി ചെയ്തു വിചാരിക്കുക. ഭഗവാനിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പുഷ്പത്തിനും ഒരൊറ്റ പേരാ, എന്ത്? പ്രസാദം. അവിടെ പിന്നെ ചെമ്പരത്തി, ചക്കി, തുളസി എന്നുള്ള വ്യത്യാസമോ ഒക്കെ വർണ്ണഭേദങ്ങളൊക്കെ ഇല്ലാണ്ടായില്ലേ? ഇതുപോലെ ഏത് വികാരവും ഭഗവാനിലേക്ക് ചേർത്ത് വച്ചാൽ അത് ഭക്തിയാണ്. അങ്ങനെ ഭക്തി ഉണ്ടെങ്കിലോ ഭഗവാൻ വാരിപ്പുണർന്ന് അനുഗ്രഹിച്ചിട്ടുമുണ്ട്. പണ്ട് പ്രഹ്ലാദനെ അനുഗ്രഹിച്ചതുപോലെ എന്ന് പറഞ്ഞപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞുവെങ്കിൽ ആ പ്രഹ്ലാദചരിതം എനിക്കൊന്ന് കേൾക്കണം. ശിശുപാലന്റെയും ദന്തവക്ത്രന്റെയും ആദ്യ പ്രാരബ്ധ ജന്മങ്ങളായ ഹിരണ്യാക്ഷ, ഹിരണ്യകശിപുക്കള്. അതിൽ ഹിരണ്യാക്ഷന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, വരാഹമൂർത്തിയായി വന്ന് കൊന്നു എന്നൊക്കെ. പക്ഷെ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ, പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ എടുത്ത നരസിംഹാവതാര ചരിതം ഞാൻ കേട്ടിട്ടില്ല. അതിനെ എനിക്കൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാജസൂയ യാഗരംഗത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ മുൻനിർത്തി നാരദര് ആ അവതാര കഥ പാടുന്നു. ഒരുപക്ഷെ ഭാഗവതത്തില് ഇങ്ങനെ ഒരു രംഗം മറ്റൊരു സ്ഥലത്തും കാണില്ല എന്ന്. ഭഗവാന്റെ ഒരു അവതാര കഥ മറ്റൊരു ഭാവത്തിൽ ഭഗവാന്റെ അവതാരമൂർത്തിയായ കൃഷ്ണന്റെ മുൻപിലിരുന്ന് പാടുന്നതായ രംഗം, ഭഗവാൻ തന്നെ തൻ്റെ അവതാരം കേൾക്കാനിരിക്കുന്ന ഒരു രംഗം
രാജസൂയ യാഗരംഗം. അപ്പൊ നമ്മൾ ആ രാജസൂയ യാഗരംഗവേദി ഒന്ന് ചിന്തിക്കണം മനസ്സിൽ. അപ്പോഴാണ് ഈ കഥയ്ക്ക് അത്ര മധുരം കൂടുക. കാരണം അഗ്രാസന പൂജ കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർണ്ണ സിംഹാസനത്തിൽ അങ്ങനെ വിരാജിക്കുന്നു. ഭഗവാൻ മാത്രമല്ല, സകുടുംബോ, രുക്മിണി തുടങ്ങിയത് ഭഗവാന്റെ സകുടുംബം, മഹാലക്ഷ്മിമാര് മുഴുവനുണ്ട്, ഭഗവാന്റെ മക്കളൊക്കെയുണ്ട്. പാണ്ഡവന്മാരിരിക്കുന്നുണ്ട്, പാഞ്ചാലി ഇരിക്കുന്നുണ്ട്, കുന്തിദേവി ഇരിക്കുന്നുണ്ട്. സദസ്സില് അനേകം ഋഷീശ്വരന്മാര് ഭക്തന്മാര് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ ഭാഗവതന്മാര് ഭക്തന്മാര് നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ വെച്ചിട്ടാണ് നാരദരുടെ നരസിംഹാവതാര പ്രഭാഷണം. ഭ്രാതര്യേവം വിനിഹതേ ഹരിണാ ക്രോഡമൂർത്തിനാ ഹിരണ്യകശിപൂരാജൻ പര്യതപ്യൽ രുഷാശുച. തൻ്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു നേരിട്ട് വന്നിട്ട് കൊന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നമില്ല. ഇത് ഒരു കള്ളവേഷം കെട്ടി, ഒരു കാട്ടുപന്നിയുടെ വേഷം കെട്ടി വന്ന് ചതിച്ചു കൊന്നു. അതുകൊണ്ട് തൻ്റെ സഹോദരനെ നിഗ്രഹിച്ചതായ ആ മഹാവിഷ്ണുവിനോടുള്ള വിദ്വേഷം സഹിക്കവയ്യാതെ പല്ലുകൾ ഇറമ്മി, ചുണ്ടുകൾ കടിച്ച്, കണ്ണുരുട്ടി ഹിരണ്യകശിപു തൻ്റെ കൂട്ടാളികളായ സകല അസുരന്മാരെയും അരികിലേക്ക് വിളിച്ചു. ഭോ ഭോ ദാനവദൈദേയ ദ്വിമൂർധത്രക്ഷശംബര ശതബാഹോഹയഗ്രീവ നമുചേ പാക ഇല്വല. രാജാവിന്റെ അട്ടഹാസം കേട്ടതും ഈ വിളിച്ചതായ അസുരന്മാരൊക്കെ ഓടി വന്നു. എന്തുപറ്റി മഹാരാജാവേ, എന്താ അങ്ങേക്ക് ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങളൊക്കെ അറിഞ്ഞുവോ, എൻ്റെ സഹോദരൻ മരിച്ചു എന്നല്ല, വധിച്ചു. ആര്? ആ വൈകുണ്ഠവാസിയായ നാരായണൻ. അതുകൊണ്ട് എൻ്റെ അനുജനെ വധിച്ചതായ മഹാവിഷ്ണുവിനോട് പകരം ചോദിക്കാതെ ഇനി എൻ്റെ ജീവിതത്തിൽ വിശ്രമമില്ല. ഇന്നു മുതൽ വിഷ്ണുവിനെതിരെയുള്ളതായ സമരം ഞാൻ ആരംഭിക്കുകയാണ്. നിങ്ങളൊക്കെ എന്നോടൊപ്പം ഉണ്ടാകണം. അവരൊക്കെ ഹിരണ്യകശിപുവിനെ ജയാരവം മുഴക്കി. ഈ സമയത്ത് സകലരുടെയും മധ്യത്തിൽ വച്ച് ഹിരണ്യകശിപു ഘോരമായ ഒരു സത്യപ്രതിജ്ഞ എടുക്കുകയാണ്. മച്ചൂല ഭിന്നഗ്രീവസ്യ ഭൂരിണാരുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ. എൻ്റെ കയ്യിലുള്ളതായ ഈ ത്രിശൂലം കൊണ്ട് വിഷ്ണുവിൻ്റെ മാറ് കുത്തിപ്പിളർന്ന് വിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് രക്തദാഹിയായ എൻ്റെ സഹോദരനെ ഞാൻ തർപ്പണം ചെയ്യും. സത്യം സത്യം സത്യം. സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. ഇനി ആരുടെ മാറു പിളർക്കുന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അല്ലേ? അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയിൽ. നമ്മൾ വിചാരിക്കണ പോലെയൊക്കെ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ ഇവിടെ. 2023 കഴിയണതിന് മുമ്പേ 24 കലണ്ടർ വാങ്ങി, 24 പരിപാടിയൊക്കെ ഡയറിയിൽ എഴുതി വെച്ചു. ഇതൊക്കെ നടക്കുവോ അറിയില്ല നമുക്ക്. ദൈവം അന്യത്ര ചിന്തയിൽ. ഏത് നടക്കും ഏത് നടക്കണ്ട എന്ന് നമ്മൾ മാത്രല്ല തീരുമാനിക്കേണ്ടത് അല്ലേ? ഇപ്പോ ഇവിടെ ഈശ്വര ഭക്തന്മാരായ ആൾക്കാരും ഈശ്വര നിഷേധികളായ ആൾക്കാരും ഈശ്വരനെ സമ്മതിക്കുന്നത് 2 സമയത്താണ്. ഈശ്വരൻ ഉണ്ട് എന്ന് പറയുന്നവരും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരും ഈശ്വരനെ അംഗീകരിക്കുന്നത് 2 സമയത്താണ്. ഏതാ 2 സമയം? ഒന്ന് വിചാരിച്ചത് നടക്കാണ്ടിരിക്കുമ്പോൾ, മറ്റൊന്ന് വിചാരിക്കാത്തത് നടക്കുമ്പോൾ അല്ലേ? ഈ 2 സന്ദർഭങ്ങളിൽ നമുക്കൊക്കെ എല്ലാവർക്കും ഒരു കാര്യം ഉറപ്പുണ്ട്. എന്ത്? ഇതൊന്നും എൻ്റെ കയ്യിലല്ല നിയന്ത്രണം എന്ന്. ഇവിടെ ഹിരണ്യകശിപുവിന് അറിയാം വിഷ്ണുവിനെതിരെ പുറപ്പെടുമ്പോൾ ശരീരബലം മാത്രം പോരാ, വരബലം കൂടി വേണമെന്ന് മനസ്സിലാക്കി തപസ്സിന് പുറപ്പെടുന്നു ഹിരണ്യകശിപു. അതിനു മുമ്പ് തൻ്റെ അമ്മയെയും ഹിരണ്യാക്ഷപത്നിയായ ഋഷാഭാനുവിനെയും മക്കളെയും ഒക്കെ ഒന്ന് സമാധാനിപ്പിച്ചു. നല്ല തത്വോപദേശമൊക്കെ കൊടുത്തിട്ടാ സമാധാനിപ്പിക്കല്. ഹിരണ്യകശിപുവിന്റെ തത്വോപദേശം ഏതായാലും ഫലിച്ചു. പുത്രശോകം ക്ഷണാത്യക്തുവ. സ്വന്തം മകൻ മരിച്ച ദുഃഖം പോലും മറന്ന് പരമതത്വത്തിലേക്ക് അവരൊക്കെ മനസ്സിനെ വെച്ചു. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഹിരണ്യകശിപു പോണത് എവിടേക്കാ? ഇതിനൊക്കെ നേരെ എതിരായ പരിപാടിക്കാം. സതേപേ മന്ദരദ്രോണ്യാം തപ പരമദാരുണം. ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിൽ ചെന്ന് തപസ് തുടങ്ങി.
കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അത്രേ ഇത്രയ്ക്കൊക്കെ കഷ്ടപ്പെടണോന്ന്. അത്ര ഗംഭീരമായിട്ടുള്ള തപസ്. കാലന്റെ പെരുവിരൽ മാത്രം നിലത്തുകുത്തി 2 കൈകളും മുകളിലേക്ക് കൂപ്പി കണ്ണ് ഉരുട്ടി മിഴിച്ചിട്ട തപസ്. സ്വതവേ നമുക്ക് തപസ് എന്ന് വിചാരിച്ച ഒരു ധാരണയുണ്ട്. എന്ത് തപസ് ചെയ്യുക എങ്ങനെയാ? കണ്ണടച്ചിട്ടാ അല്ലേ? സപ്താഹത്തിന് പോയാൽ ഇങ്ങനെ തപസ് ചെയ്യുന്ന ആൾക്കാരെ കുറെ കാണാറുണ്ട് നമ്മൾ. അപ്പോ സ്വതവേ നമുക്കൊരു വിചാരമുണ്ട്, കണ്ണടച്ചിട്ടാ തപസ്. എന്തിനാ ഈ തപസ് ചെയ്യണവര് കണ്ണടയ്ക്കണത് എന്നറിയോ? വല്ലതും കണ്ടിട്ട് മനസ്സ് ഇളകിയാലോ എന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഹിരണ്യകശിപുവിന് ഉറപ്പുണ്ട് തൻ്റെ മനസ്സ് ഇളകില്ല. കാലാത്മനോച്ച നിത്യത്വാ സാധയിഷ്യേ വ്രതം മമ. ഞാൻ വിചാരിച്ച കാര്യം നടക്കാതെ ഇനി ഞാൻ അനങ്ങില്ല, ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഹിരണ്യകശിപു കണ്ണ് തുറന്നിട്ട് തന്നെ ആ തപസ്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു. മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലമൊക്കെ മാറി മാറി വന്നു. ഹിരണ്യകശിപുവിന്റെ ശരീരം മുഴുവൻ ചിതൽപ്പുറ്റു വന്ന് മൂടി. മജ്ജ, മാംസം, രക്തം ഇതിനെയൊക്കെ പലതരം ജീവജാലങ്ങൾ ഭക്ഷണമാക്കി. അപ്പോഴൊന്നും തപസ് ഇളകിയില്ല. ഒടുവിൽ പ്രാണാഹി അസ്ഥിഷുശേരത്തെ, ഒരു അസ്ഥികൂടം മാത്രമായി ഇപ്പോ അതിനകത്ത്. അപ്പോഴും തപസ് മുടങ്ങിയില്ല എന്ന്. ഹിരണ്യകശിപുവിന്റെ ഈ തപസ്സിന്റെ വൈഭവം കൊണ്ട് ദേവന്മാർക്ക് ദേവലോകത്തിരിക്കാൻ പറ്റാത്ത ചൂട് സഹിക്കാൻ പറ്റാണ്ടായപ്പോ ഇന്ദ്രാദി ദേവന്മാര് ചെന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മദേവ എങ്ങനെയെങ്കിലും അവനെ ചെന്നൊന്ന് അനുഗ്രഹിക്കൂ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ബ്രഹ്മാവ് പറഞ്ഞു, ദേവേന്ദ്ര ഒറ്റയ്ക്ക് പോകാനൊരു ധൈര്യമില്ല, നീയും കൂടി വരൂ. ദേവേന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ ഒളിക്കാനുള്ള സാധനമൊക്കെ പാക്ക് ചെയ്ത് വെക്കട്ടെ അല്ലേ? അങ്ങനെയാണത്രേ. സ്വതവേ അസുരന്മാരാരെങ്കിലും തപസ് തുടങ്ങിയാൽ ദേവേന്ദ്രാദികള് ഒരു മാസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ബാഗിലാക്കി വെക്കും. കാരണം ഇനി എപ്പോഴാ പോണ്ടി വരിക എന്നറിയില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പോയപ്പോൾ ഹംസവാഹനത്തിൽ കയറി ബ്രഹ്മാവ് വന്നു. നോക്കുമ്പോൾ ഒരു പുറ്റൊക്കെ തട്ടിപ്പൊളിച്ചപ്പോൾ ഒരു അസ്ഥികൂടം തൻ്റെ കമണ്ഡലുവിൽ നിന്ന് അല്പം ജലമെടുത്തൊന്ന് തെളിച്ചതും സർവാവയവ സമ്പന്നോ വജ്രസംഘനനോ യുവ. കാച്ചിപ്പഴുപ്പിച്ചതായ സ്വർണത്തിന്റെ നിറത്തില് ഉരുക്കിന്റെ ബലത്തോടുകൂടി ഹിരണ്യകശിപുവിന്റെ ഒരു പുനർജന്മം ഉണ്ടായിത്രേ. തൻ്റെ ശരീരം കണ്ടപ്പോ ഹിരണ്യകശിപുവിന് തന്നെ ആശ്ചര്യമുണ്ടായി. കാരണം മുമ്പുള്ളതിനേക്കാൾ എന്തൊരു തേജസ്സ, എന്തൊരു ബലമാ തനിക്ക്, എന്തൊരു ഉത്സാഹമാ തനിക്ക് എന്ന ഭാവത്തിൽ, തനിക്ക് ഇങ്ങനെ ഒരു ശരീരം തന്നെ അനുഗ്രഹിച്ചത് ആരാ എന്ന ഭാവത്തില് ഒന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഹംസവാഹമവസ്ഥിതം, ഹംസവാഹനനായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടത്. ആനന്ദം കൊണ്ട് ഹിരണ്യകശിപുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വരാൻ തുടങ്ങി. നമ ആദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയേ എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മാവിനെ അങ്ങ് സ്തുതിച്ചു. ബ്രഹ്മാവിന് സ്വതവേ അധികം കിട്ടാത്തൊരു ഭാഗ്യം ഇത്. എന്ത്? ഈ സ്തുതി കേൾക്കല്. അയാൾ അങ്ങനെ എല്ലാവരും ഒന്നും തപസ് ചെയ്യാറില്ല. അപ്പൊ എപ്പോഴോ കിട്ടണ ഒരു ചാൻസാ ഇത്. അതും മുഖസ്തുതി അല്ലേ? മുഖസ്തുതി കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല മുഖസ്തുതി എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ കേട്ടാ എണീറ്റ് പോകുന്നില്ല. അപ്പൊ ബ്രഹ്മാവിന് മുഖസ്തുതി കേട്ടാലോ കുറച്ചധികം ഇഷ്ടാവുന്ന ആളാ. കാരണം മുഖം കുറച്ചധികമുള്ള ആളല്ലേ. അങ്ങനെ ബ്രഹ്മാവിന് സ്തുതി വലിയ ഇഷ്ടമായി. ബ്രഹ്മാവ് പറഞ്ഞു, പറയൂ ഹിരണ്യകശിപു, നിനക്ക് എന്ത് വരാ വേണ്ടത്? അപ്പൊ ഹിരണ്യകശിപു പറഞ്ഞു, എനിക്ക് കുറേ വരങ്ങളൊന്നും ആവശ്യമില്ല, ഒരൊറ്റ വരം തന്നാകുമ്പോൾ ഇത് ഞാൻ പോയിക്കോളാം. ഇത്രക്കൊക്കെ വലിയ തപസ് ചെയ്തിട്ട് ഒരു വരം മതിയോ? ഒന്നു മതി. ബ്രഹ്മാവിന് സമാധാനമായി, വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു വരല്ലേ ചോദിക്കണുള്ളൂ. എന്ത് വരാ വേണ്ടത്? മൃത്യുർമാ, മരിക്കരുത്. അപ്പൊ തന്നെ ബ്രഹ്മാവ് പറഞ്ഞു, പറ്റില്ല. എത്ര പെട്ടെന്നോ? ആലോചിക്കണ്ടേ? എന്താ ആലോചിക്കാൻ? ഒരു കൽപ്പാന്ത പ്രളയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പത്മനാഭൻ നാരായണൻ എന്നെ നോക്കി ഒരു സൂചന തരും. അന്ന് ബാക്കിയുള്ള സകല സാധനങ്ങളും കൂടി സഞ്ചിയിലാക്കി ഭഗവാനെ ഏൽപ്പിച്ച് 8 കണ്ണും പൂട്ടി 4 തലയും കുത്തി ഞാനും താഴെ വീഴും. ഹിരണ്യകശിപു, കാലത്തെ മറികടക്കാൻ, കാലത്തിനെ അതിക്രമിക്കാൻ എനിക്കും സാധിക്കില്ല. മരണമില്ലാത്ത അവസ്ഥ തരാൻ എനിക്ക് പറ്റില്ല. ഹിരണ്യകശിപുവിനാകെ നിരാശയായി. കാരണം ഈ ഒരൊറ്റ വരം കിട്ടാൻ വേണ്ടിയിട്ടാ താൻ ഇത്ര കാലം കഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ ഇയാളെ വിട്ടാൽ കിട്ടൂല്ല. എങ്കിൽ എനിക്ക് ഒരു വരമല്ല, ഒന്നിലധികം വേണം. എത്ര വേണമെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അവിടുന്ന് ഹിരണ്യകശിപു തുടങ്ങി വരങ്ങൾ ചോദിക്കാൻ. ലോകത്തിൽ ഒരാളും ഇത്രയും വരങ്ങൾ ഒപ്പം ചോദിച്ചിട്ടുണ്ടാവില്ല. ഹേ ബ്രഹ്മദേവ, എന്നെ രാത്രിയിൽ ആരും കൊല്ലരുത്. ബ്രഹ്മാവിന് സമാധാനായി.
പകലിവൻ പുറത്തിറങ്ങിയാൽ കൊല്ലാലോ എന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത വരം പകലും കൊല്ലരുത്. അടുത്ത വരം എന്നെ ആരും പുറത്തു വെച്ച് കൊല്ലരുത്. എനിക്ക് മനസ്സിലായി ഇപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കേണ്ടതെന്ന്. ഇവൻ അകത്ത് കയറുമ്പോ കൊല്ലാലോ എന്നല്ലേ. അടുത്ത വരം അകത്ത് വെച്ചും കൊല്ലരുത്. എന്നെ മനുഷ്യന്മാരാരും കൊല്ലരുത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണത് മൃഗങ്ങളെ കൊണ്ട് കൊല്ലിക്കാലോ എന്നല്ലേ. മൃഗങ്ങളും കൊല്ലരുത്. ജീവനുള്ളത് കൊണ്ട് കൊല്ലരുത്, ജീവനില്ലാത്ത കൊണ്ട് കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് കൊല്ലരുത്, യക്ഷന്മാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, കിന്നരന്മാര്, പന്നോകന്മാര് ഇവരൊന്നും കൊല്ലരുത്, വെള്ളത്തിൽ മുങ്ങിച്ചാവരുത്, വിഷം കഴിക്കാനായിട്ട് വരരുത്. ഈ ത്രിലോകങ്ങളുടെയും ഏകാധിപതിയായിരിക്കണം ഹിരണ്യകശിപു. അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒരു വസ്തുക്കളെ കൊണ്ടും എനിക്ക് മരണം ഉണ്ടാവരുത്. ഹിരണ്യകശിപുവിന്റെ വിചാരം എന്താ അറിയോ? ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽപ്പെട്ട വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവനായി. ഇനി അതിനപ്പുറത്തൊരാളില്ല എന്ന്. പക്ഷേ ഈ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചൊരു വിദ്വാൻ അപ്പുറത്തുണ്ടെന്ന് ഇയാൾ മറന്നുപോയി. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കുറേ കണക്കുകൂട്ടലൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതും കൂടെ ചെയ്തിട്ട് ഇതും കൂടെ ചെയ്താൽ പിന്നെ സമാധാനമായി എന്ന് വിചാരിക്കുമ്പോൾ ഇത് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് തീരുമാനിക്കാൻ പിറകിലൊരാളുണ്ട്. ഹിരണ്യകശിപു ഈ വരങ്ങളൊക്കെ ബ്രഹ്മാവിനോട് വാങ്ങി തിരിച്ചൊരു വരവ് ഹിരണ്യകശിപുവിൻ്റെ ഭരണ പരിഷ്കാരം. പുണ്യത്തെ പാപമാക്കി, ധർമ്മത്തെ അധർമ്മമാക്കി, ക്ഷേത്രങ്ങളൊക്കെ അടിച്ചുടച്ചു. ഇനി ഒരാളും വിഷ്ണുവിനെ ആരാധിക്കരുത്. നാമജപങ്ങള്, യജ്ഞങ്ങള്, ദാനങ്ങള്, ഹോമങ്ങള്, സത്കർമ്മങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി. ഇവിടെ ആരാ പ്രതിഷ്ഠ? മഹാവിഷ്ണു. വിഗ്രഹം പിഴുതു മാറ്റി. ഇനി നിങ്ങൾക്ക് ആരാധിക്കണോ? ഹിരണ്യകശിപുവിന്റെ വക കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എന്ത്? ഹിരണ്യാക്ഷന്റെ അതിഗംഭീരായിട്ടുള്ള ഗതിയെടുത്തിട്ടുള്ള പ്രതിമ. എല്ലാവരും ഹിരണ്യാക്ഷനെ ആരാധിച്ചാൽ മതി. ഹിരണ്യാക്ഷായ നമ, ഹിരണ്യകശിപവേ നമ. സകല സ്ഥലത്തും മന്ത്രം മുഴങ്ങട്ടെ. ഭക്തിഗാനം രചിക്കുന്ന ആൾക്കാരൊക്കെ ഹിരണ്യകശിപുവിനെ കുറിച്ചും ഹിരണ്യാക്ഷനെ കുറിച്ചൊക്കെ പാട്ടെഴുതി. ഹിരണ്യാക്ഷ അഷ്ടകം, ഹിരണ്യകശിപു സുപ്രഭാതം ഒക്കെ എഴുതി. സകല വീടിന്റെ മുമ്പിലെ ഹിരണ്യകശിപു ഈ വീടിന്റെ ഐശ്വര്യം, ഹിരണ്യാക്ഷൻ ഈ വാഹനത്തിന്റെ ഐശ്വര്യം സ്റ്റിക്കർ ഒട്ടിച്ചു. ഒരു സ്ഥലത്തും ഇനി നാരായണ നാരായണ എന്ന് നാമം ജപം കേൾക്കരുത്. ആരെങ്കിലും നാരായണ എന്ന് ജപിക്കണമെങ്കിൽ രണ്ടാമത്തെ നാമം ജപത്തിന് കഴുത്തിന്റെ മുകളിൽ നിന്ന് തല കളയണം. ഇതാണ് ആജ്ഞ. അതോടുകൂടി ലോകം നാമം ജപം നിർത്തി. ലോകം മുഴുവൻ നാമം ജപം നിർത്തി എന്ന് കേട്ടപ്പോ യുധിഷ്ഠിരൻ കഥ പറയണ നാരദരോട് ചോദിച്ചു, അല്ല നാരദരെ, നിങ്ങളും പേടിച്ചിട്ട് ജപിച്ചില്ലേ? എന്ത്? അല്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നാരായണ നാരായണ എന്ന് ജപിക്കുന്ന ആളാണല്ലോ അങ്ങ്. ഹിരണ്യകശിപുവിനെ പേടിച്ചിട്ട് അങ്ങും ജപിച്ചില്ല എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നാരദര് പറഞ്ഞു, യുധിഷ്ഠിര, ഞാൻ ജപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹിരണ്യകശിപുവിന്റെ മുമ്പിലിരുന്ന് ജപിച്ചിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ ധൈര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അതൊരു സൂത്ര. കാരണം നാരദർക്ക് ചെറിയൊരു ലൈസൻസ് ഉണ്ട് ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് പോകാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇയാൾ തപസ്സിന് പോയ സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധു ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ കയാധുവിനെ ഇന്ദ്രനിൽ നിന്ന് സംരക്ഷിച്ചതും കയാധു പ്രസവിച്ച് പ്രഹ്ലാദൻ എന്ന കുട്ടിയെ വളർത്തി തിരിച്ച് ഹിരണ്യകശിപുവിനെ ഏൽപ്പിച്ചതും നാരദരാണ്. അതുകൊണ്ട് തൻ്റെ ഭാര്യയെയും കുട്ടിയെയും സംരക്ഷിച്ചുവല്ലോ എന്നുള്ള ഒരു കാരുണ്യം കൊണ്ട് നാരദർക്ക് ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരു പാസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നാരദര് പോവുകയും ചെയ്യും. പറയുമ്പോൾ ഹിരണ്യകശിപുവിനെ കാണാമെന്നാ വിചാരിച്ചത്. പക്ഷേ പോയതൊന്നും ഹിരണ്യകശിപുവിനെ കാണാനായിരുന്നില്ല, പ്രഹ്ലാദനെ കാണാനായിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു നാരദരെ കണ്ടാൽ ചോദിക്കും, ഹേ നാരദ മഹർഷേ, എങ്ങനെയുണ്ട് എൻ്റെ ഭരണപരിഷ്കാരം? എന്നെ പേടിച്ചിട്ട് ആരെങ്കിലും നാമം ജപിക്കണത് കണ്ടോ നിങ്ങൾ എന്ന് ചോദിച്ചാൽ നാരദര് ഹിരണ്യകശിപുവിനോട് പറയും, ഹേ ഹിരണ്യകശിപു, നാരായണ 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 എന്ന് ജപിക്കരുത് എന്ന് നീ ആജ്ഞാപിച്ചാൽ നിന്നെ പേടിച്ചിട്ട് ഈ ലോകത്ത് ആരെങ്കിലും നാരായണ 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 എന്ന് ജപിക്കുമോ? ഞാൻ എത്ര കാലമായി നടക്കണമെന്നറിയില്ല, ഒരാൾ പോലും നാരായണ 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 എന്ന് ജപിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും നാരായണ 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 എന്ന് ജപിക്കണുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ തലയെടുക്കണം. ഒരുത്തൻ ഇനി നാരായണ 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 എന്ന് ജപിക്കരുത്. യുധിഷ്ഠിര, എണ്ണി നോക്കിയോ ഞാൻ ഇപ്പം എത്ര നാരായണ ജപിച്ചു എന്ന് അല്ലേ? അപ്പോ ഏതായാലും ലോകത്തിലുള്ള സകല നാമം ജപവും നിർത്തി എന്ന് ഹിരണ്യകശിപു സമാധാനിക്കുമ്പോഴേക്കും
ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു നാമം ജപം തുടങ്ങി. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. സംഹ്ലാദൻ, അനുഹ്ലാദൻ, ഹ്ലാദൻ, പ്രഹ്ലാദൻ എന്നിങ്ങനെ 4 ഉണ്ണികൾ ഹിരണ്യകശിപുവിന്. ഇതിൽ ഇളയവനായിരുന്നു പ്രഹ്ലാദനെങ്കിലും നാരദര് പറയുമ്പോൾ ഗുണേർ മഹദുപാസക, മാഹാത്മ്യം കൊണ്ട് പ്രഹ്ലാദനായിരുന്നു ശ്രേഷ്ഠൻ. ശരി, പ്രഹ്ലാദന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ഞങ്ങൾ എണ്ണാം. നാരദര് പറയാ, എണ്ണാനൊന്നും വിരല് തികയില്ല. ഗുണൈരലം അസംഖ്യേയേർ മാഹാത്മ്യം തസ്യ സൂച്യതേ. പ്രഹ്ലാദന്റെ ഗുണങ്ങളെ എണ്ണാൻ പുറപ്പെട്ടാൽ മതിയാവില്ല യുധിഷ്ഠിര. ബ്രഹ്മണ്യനായിരുന്നു, സത്യസന്ധനായിരുന്നു, ഗുരുഷു ഈശ്വരഭാവന, ഗുരുത്വമുള്ളവനായിരുന്നു, ഗുരുനാഥനിൽ ഈശ്വരഭാവത്തെ ദർശിച്ചവനായിരുന്നു. ഇങ്ങനെയുള്ള പ്രഹ്ലാദൻ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായി വളരാൻ തുടങ്ങി. പല കളിപ്പാട്ടങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി ന്യസ്തക്രീഡന ഗോപാലോ ജഡവത്തൻ മനസ്തയ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീതൃശം. ഇങ്ങനെ ഒരു ഭക്തി ഒരു പക്ഷെ ഈ ലോകത്തിൽ വേറെ കാണില്ല എന്ന. മറ്റുള്ള കുട്ടികളെന്നും പോലെ കളിക്കാൻ പോവാതെ പ്രഹ്ലാദൻ അധികവും കണ്ണടച്ചിരിക്കും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നൃത്തം ചെയ്യും, പിന്നെ കരയും, പിന്നെ ചിരിക്കും. അപ്പോഴൊക്കെ ഹിരണ്യകശിപു സമാധാനിച്ചു. ചെറിയ കുട്ടികളല്ലേ, എന്തെങ്കിലും സങ്കടം കൊണ്ട് കരയണതാവും, സന്തോഷം കൊണ്ട് ചിരിക്കണതാവും, ആരുടെങ്കിലും ഡാൻസ് കണ്ട് അതുപോലെ നൃത്തം ചെയ്ത് നോക്കുന്നതാവും എന്നൊക്കെ സമാധാനിച്ചു. എന്നാൽ അത്യാവശ്യം വാക്കുകൾ അങ്ങനെ കൂട്ടിച്ചൊല്ലാനുള്ള പ്രായം എത്തുമ്പോഴേക്കും പ്രഹ്ലാദന്റെ ഉള്ളിൽ നിന്ന് ഹരിനാരായണ നാമം അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഹിരണ്യകശിപുവിന് മനസ്സിലായി ഇവൻ്റെ ഉള്ളില് ഭക്തിയുണ്ട്, വിഷ്ണു ഭക്തിയുണ്ട്. അല്ല, ഉണ്ടാവുമല്ലോ. ഇവൻ നാമം ജപിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇവനെ വളർത്തിയതാ നാരദരല്ലേ, ആ സ്വാമി പഠിപ്പിച്ചത് തന്നെയാവും ഈ കുരുത്തക്കേട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഈ ഭക്തി ഉറയ്ക്കാൻ വിട്ടാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഭക്തിയെ ഇല്ലാണ്ടാക്കാന്ന് വിചാരിച്ച് ഹിരണ്യകശിപു പ്രഹ്ലാദനെ പാഠശാലയിലേക്ക് പറഞ്ഞയച്ചു. അസുരധർമ്മം പഠിപ്പിക്കുന്നതായ പാഠശാലയിൽ ഷണ്ടാമർക്കന്മാരെ പ്രഹ്ലാദനെ ഇരുത്തി ആസുരികമായ ധർമ്മത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുത്തു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഒരു സംശയം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇവൻ എന്താ പഠിച്ചത്, അല്ല ഇവരെന്താ പഠിപ്പിക്കണത് ഒക്കെ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ച് പ്രഹ്ലാദനെ വിളിച്ചു. പ്രഹ്ലാദ, ഓടി വരൂ. ഓടി വന്ന ഹിരണ്യകശിപുവിൻ്റെ പാദത്തിലേക്ക് അങ്ങനെ നമസ്കരിച്ചു. എടുത്ത് മടിയിൽ വെച്ച് നിറകയിലൊന്ന് ചുംബിച്ച് പ്രഹ്ലാദനെ ഒന്ന് മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചപ്പോ ഹിരണ്യകശിപുവിൻ്റെ കണ്ണുകളൊന്ന് നിറഞ്ഞു. പരമദുഷ്ടനായ ഹിരണ്യകശിപുവിന് പോലും ഭാഗവതനായ പ്രഹ്ലാദനെ ഒന്ന് ചേർത്ത് പിടിച്ചപ്പോ ഹൃദയം ഒന്ന് ആർദ്രമായി. പറഞ്ഞു, പ്രഹ്ലാദ ഉച്യതാം താത സുധീതം കിഞ്ചിദുത്തമം കാലേനൈതാവതായുഷ്മൻ യദശിക്ഷത് ഗുരോർഭവാൻ. പ്രഹ്ലാദ, ഇപ്പൊ കുറച്ചു ദിവസമായില്ലേ നീ പാഠശാലയിൽ പോവാൻ തുടങ്ങിയിട്ട്? മുമ്പൊരു തവണ ഞാൻ നായാട്ടിന് പോണ സമയത്ത് നീ എന്നോട് പറഞ്ഞിട്ടില്ലേ, അച്ഛാ ഞാനും വരട്ടെ കാട്ടിലേക്കെന്ന്. അന്ന് എനിക്ക് എത്ര സന്തോഷമായി എന്നറിയോ. എന്തേ, നായാട്ടിന് കൂട്ടിയിട്ട് വേണം അല്ലേ ചെറിയ പ്രായത്തിലെ മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് വേണം വലിയ വലിയ കൊലപാതകത്തിലേക്കൊക്കെ കൊണ്ടുപോവാൻ. അപ്പൊ ട്രെയിനിങ്ങിന് എന്നും വിചാരിച്ച് ഹിരണ്യകശിപു എന്തു ചെയ്തു? പ്രഹ്ലാദനെ നായാട്ടിന് കൂട്ടി. കാട്ടിലേക്ക് എത്തിയതും പ്രഹ്ലാദനെ കാണാണ്ടായി. ഇവനെവിടെയാ പോയത്? നോക്കുമ്പോഴേക്ക് ഏതോ ഒരു മരത്തിന്റെ ചോട്ടിൽ കണ്ണടച്ചിരിക്കണുണ്ട്. പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിച്ചു, നീ എന്തിനാ ഇവിടെ വന്ന് കണ്ണടച്ചിരിക്കുന്നത്? നീ എൻ്റെ ഒപ്പം പുറപ്പെട്ടത് നായാട്ടിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോ അന്ന് പ്രഹ്ലാദൻ പറഞ്ഞു, ഹിത്വാത്മപാദം ഗൃഹമന്ധകൂപം വനം ഗതോയൽ ഹരിമാശ്രയേത. വീടാകുന്നതായ പ്രാരബ്ധത്തിന്റെ പൊട്ടക്കിണറിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കാട്ടിൽ ചെന്ന് കണ്ണടച്ച ഹരിയെ ആശ്രയിക്കണം, എനിക്ക് തപസ് ചെയ്യണം എന്നൊക്കെ അന്ന് നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ പാഠശാലയിൽ 2 ആഴ്ച നീ പോയില്ലേ, ഇപ്പൊ നിനക്ക് കാട്ടിൽ പോകണം തോന്നുന്നുണ്ടോ?
പ്രഹ്ലാദൻ പറഞ്ഞു ഇല്ല, കാട്ടിൽ പോകണമെന്ന് തോന്നണില്ല. ഹിരണ്യകശിപുവിന് കുറച്ച് സമാധാനമായി. എന്തായാലും സ്കൂള് വിട്ടതിൻ്റെ ഗുണമുണ്ട്. കണ്ണടയ്ക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. തപസ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? തപസ് ചെയ്യുന്ന ആൾക്കാരോടേ എനിക്ക് താല്പര്യമില്ല. ഒക്കെ കൂടി കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് സന്തോഷമായി. ചണ്ടാമർക്കന്മാര് ദൂരത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഭാവം? നോക്കുമ്പോൾ ഹിരണ്യകശിപു അവരെ നോക്കി ഒരു ചിരി അങ്ങ് ചിരിച്ചു. എന്തായാലും നിങ്ങളുടെ ക്ലാസ് ഗംഭീരായിട്ടുണ്ട്. ചിരി കണ്ടപ്പോൾ ചണ്ടാമർക്കന്മാർക്കും സന്തോഷമായി. അടുത്ത മാസം ശമ്പളം കൂടുന്നൊക്കെ അവരും വിചാരിച്ചു. ഇനി പിള്ള ശമ്പളം കൂടി കട്ടാക്കാൻ പോവുക. പെട്ടെന്ന് ഹിരണ്യകശിപുവിന്റെ ഭാവം മാറി. അല്ല, നിനക്ക് കാട്ടിലും പോണ്ട, തപസ്സും ചെയ്യണ്ട, കണ്ണു അഴക്കണ്ട. ഇവിടെ ഇരുന്നിട്ട് നീ എന്താ പരിപാടി? ഇവിടെ ഇരുന്നിട്ടോ ശ്രവണം കീർത്തനം, ശ്രവിക്കുക. ആരൊക്കെ പാടുന്നുണ്ടോ അതൊക്കെ ചെന്ന് കേൾക്കണം. അങ്ങനെ കുറേ കേൾക്കുമ്പോഴുണ്ടല്ലോ ഈ കേട്ടത് ഹൃദയത്തിലങ്ങനെ നിറഞ്ഞ് നാവിൽ കൂടി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും കീർത്തനം ആയിട്ട്. ഹിരണ്യകശിപുവിന് സന്തോഷായി. അല്ല, ഇവൻ പറയണതിപ്പോ എൻ്റെ വീരസാഹസിക കഥകള്, ഹിരണ്യകശിപു ത്രിലോകങ്ങളെയും ജയിച്ച കഥകള്, ഹിരണ്യാക്ഷൻ പണ്ട് ഗതയെടുത്ത് പുറപ്പെട്ട കഥകള്, ഇതൊക്കെ ആരായാലും കേട്ടിരുന്നു പോവും. എന്നു മാത്രല്ല, ഹിരണ്യകശിപുവിനെ കുറിച്ചൊക്കെ അതിഗംഭീരായിട്ടുള്ള ഭക്തിഗാനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കേട്ടാ മതിയാവോ? പാടിയാ മതിയാവോ? എന്നൊക്കെ ഹിരണ്യകശിപു അങ്ങനെ മനസ്സിൽ സമാധാനിക്കുമ്പോഴാണ് പ്രഹ്ലാദൻ അച്ഛൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയത്. അച്ഛൻ എന്താ ദേഷ്യം വരാത്തത്? അപ്പോഴാ പ്രഹ്ലാദൻ ഓർത്തത്, അല്ല, ഞാൻ ആരെ കുറിച്ചാ പറയണതെന്ന് അച്ഛൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ അത് പറയാം. വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതോ വിഷ്ണോ ഭക്തിശ്ചേൻ നവലക്ഷണ. ഭക്തിയുടെ 9 പടവുകള് ആ ഭാഗവതനായ പ്രഹ്ലാദൻ നമുക്ക് മുമ്പിൽ കാട്ടിത്തരിക. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണോ? നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്തെ അനുഭവിക്കണമോ? ഒന്നും വേണ്ട, ശ്രവണം, കേൾക്കൂ. നിങ്ങൾ എത്ര കേൾക്കാൻ പറ്റുമോ അത്രയും കേൾക്കുക. അങ്ങനെ കേട്ട് അത് കേൾക്കാനാണ് ഈ 2 കർണപുടങ്ങള് ഭഗവാൻ നമുക്ക് തന്നത്. എന്തിനാ ഈ 2 ഡിഷ് ആന്റിനകള് ഭഗവാൻ DTH കൊടകള് ഫിറ്റ് ചെയ്ത് തന്നതെന്ന് വെച്ചാൽ പരദൂഷണത്തിന്റെ ചാനൽ പിടിക്കാൻ വേണ്ടിയിട്ടല്ല. ഈശ്വര കഥകൾ ഏതിൽ കൂടി ഒഴുകിപ്പോയാലും അതിനെ പിടിച്ച് ഹൃദയത്തിലേക്ക് എങ്ങനെ നിറയ്ക്കുക. അങ്ങനെ കുറെ കഴിയുമ്പോഴുണ്ടല്ലോ മഹത്തമന്തർഹൃദയാൻ മുഖച്യുതോ. മഹാത്മാക്കളായ ഭാഗവതന്മാരായ ഗുരുനാഥന്മാര് അവര് ഭാഗവതം ഭഗവാന്റെ കഥ പറയല്ല ചെയ്യണത്, പിന്നെയോ അവര് പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് ഒഴുകുക ചെയ്യണത്. അങ്ങനെ ഭഗവാന്റെ കഥകള് നമ്മൾ പോലും അറിയാണ്ട നാമം പുറത്തേക്ക് വരും. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് കേൾക്കുമ്പോ ഒന്ന് ജപിക്കോ എന്ന് ആരും പറയണ്ടെന്ന. എവിടേക്കോ ബസ്സിൽ യാത്ര ചെയ്യുക ഇയാള്. ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്റ്റോപ്പിൽ അവിടെ ബസ് നിർത്തി തൊട്ടപ്പുറത്ത് ഒരു അമ്പലത്തില് സപ്താഹം നടക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമ മൈക്കിൽ കൂടി ആള് കേൾക്കുക. എന്നിട്ട് അവിടുത്തെ ആചാര്യൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്ന് വിളിക്കുമ്പോൾ ബസ്സിലിരിക്കുന്ന ഇയാള് ഗോവിന്ദ ഗോവിന്ദ, മുമ്പിലിരിക്കുന്നത് ജപിക്കണില്ല. അപ്പോ നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടു പിരിയാത്ത നാരായണ. ഒരു തവണ നമ്മൾ ജപിച്ചു തുടങ്ങിയാൽ കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം സർവവും ഭഗവാനായി സമർപ്പിക്കുന്ന ആത്മനിവേദനം എന്ന ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും. അതിനു വേണ്ടത് കേൾക്കുക. കേൾക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ചൊല്ലണ്ടേ? ഒരാൾ നാമം ജപിക്കരുത്, ഒരാൾ നാരായണ നാമം ജപിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞാൽ ആരെങ്കിലും ഇത് ചൊല്ലിത്തരുമോ? അപ്പൊ അച്ഛൻ എന്താ ഇത് നാമം ജപിക്കാൻ പറ്റാത്തത്? അച്ഛൻ ഇതുവരെ കേൾക്കാത്തത് കൊണ്ടാ. അച്ഛൻ എന്താ കേൾക്കാൻ പറ്റാത്തത്? അച്ഛൻ ഒരാളും മിണ്ടരുത് എന്ന് പറഞ്ഞത് കൊണ്ടാ. അതുകൊണ്ട് അച്ഛന് ഞാൻ നാമം ജപിച്ചു തരാമെന്നും പറഞ്ഞ് ഹിരണ്യകശിപുവിന്റെ മടിയിലിരുന്ന് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ പ്രഹ്ലാദനങ്ങ് നാമം ജപം തുടങ്ങിയതും താഴത്ത് നിൽക്കുന്നതായ
ഇന്ദ്രാദി ദേവന്മാര് വാ പൊത്തിച്ചിരിച്ചു. ഇപ്പൊ എന്തായി ഹിരണ്യകശിപു? ലോകം മുഴുവൻ നാമം ജപം നിർത്തി, ലോകം മുഴുവനുള്ള നാരായണ നാമം ജപം നിർത്തി എന്ന് കരുതി നിന്റെ മടിത്തട്ടിലിരുന്ന് ഭഗവാൻ നാമം ജപിപ്പിച്ചില്ലേ പ്രഹ്ലാദനെ കൊണ്ട്? അച്ഛേദ്യോയം അദാഹ്യോയം അചലോയം സനാതന. അല്ലേ? ഇല്ലാണ്ടാക്കാൻ നോക്കുന്തോറും വർദ്ധിക്കുന്നതാണ്, വളരുന്നതാണ്, നശിക്കാത്തതാണ് സനാതനധർമ്മം. അല്ലേ? ഇവിടെയുള്ള അമ്പലമൊക്കെ ഇല്ലാണ്ടാക്കാൻ കുറെ ആൾ നോക്കിയത് കൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ ഗുണം? അമേരിക്കയിൽ ഇപ്പൊ ഗുരുവായൂരപ്പന്റെ അമ്പലം, അല്ലേ? കാനഡയിൽ അയ്യപ്പന്റെ അമ്പലം, ഇതൊക്കെ എങ്ങനെ അമേരിക്കയിലെത്തിയത്? ഇവിടെ ഉള്ളത് ഇല്ലാണ്ടാക്കാൻ നോക്കിയത് കൊണ്ട് എത്തിയതാ. അപ്പോ എത്ര കണ്ട് ഇതിനെ നശിപ്പിക്കാൻ നോക്കുന്നുവോ അത്ര കണ്ട് ഇത് വർദ്ധിക്കുകയുള്ളൂ. ഇവിടെ ലോകം മുഴുവൻ നാമം ജപം നിർത്തിയപ്പോ ഹിരണ്യകശിപുവിന്റെ മടിയിലിരുന്ന് നാമം ജപിച്ചു പ്രഹ്ലാദൻ. സഹിച്ചില്ല. വധ്യതാം, ഇതിനെ കൊന്നോളൂ. ഹിരണ്യകശിപു വലിച്ചെറിഞ്ഞു. പല വിധത്തിൽ അതിന് ശ്രമിച്ചു, സാധിച്ചില്ല. ഒടുവിൽ ആ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ ഹിരണ്യകശിപുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഹിരണ്യകശിപുവിന് വല്ലാത്ത സങ്കടായി. നൂനമേതൽ വിരോധേന മൃത്യുർമേ ഭവിതാനവ. ഇനി ഇവൻ കാരണമാകുമോ എനിക്ക് മരണം എന്നുപോലും വിചാരിച്ച് തല താഴ്ത്തിയിരിക്കുമ്പോഴാണ് ഷണ്ടാമർക്കന്മാര് വന്ന് പറഞ്ഞത്, എന്താ മഹാരാജാവേ ഇത്? ലോകപാലന്മാര് പോലും അങ്ങയുടെ മുൻപിൽ കിടുകിട പറയ്ക്കുമ്പോ ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ അങ്ങിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം എന്താ? വിഷമിക്കരുത്. ഒരു വഴിയുണ്ട്. എന്താ വഴി? യാവൽ ഗുരുർ ഭാർഗവ ആഗമിഷ്യതി. എന്താ വഴി എന്ന് ഞങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞാൽ പറഞ്ഞു തരാം. ശുക്രാചാര്യര് വരട്ടെ, വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിന് ചില മന്ത്രവാദമൊക്കെ ഉണ്ട്. ഒരു ചരടൊക്കെ ജപിച്ചു തരും. ആ ചരടൊക്കെ കെട്ടിയാൽ ചിലപ്പോ ഇത് ഗ്രഹപ്പിഴയാണ്. അങ്ങനെ ഒരു ചരട് കെട്ടിയാൽ പോണ ഗ്രഹപ്പിഴയാണ്. നാരദര് പറഞ്ഞു, യുധിഷ്ഠിര, ഒരു ചരടും കെട്ടിയാ പോവാത്ത ഗ്രഹ ഇപ്പൊ പിടിച്ചത്. കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ. അല്ലേ? പ്രഹ്ലാദനെ പിടിച്ച ഗ്രഹം കൃഷ്ണഗ്രഹമാ. അത് പിടിച്ചാ പിന്നെ പൂതന പറഞ്ഞില്ലേ, എന്നെ വിടൂ ഞാൻ പോവാം, എന്നെ വിടൂ ഞാൻ പോവാം. എന്നിട്ട് വിട്ടുവോ? ഇല്ല. മോക്ഷം കിട്ടണത് വരെ മുറുകെ പിടിക്കും. ഇവിടെ പ്രഹ്ലാദനെ പിടിച്ച ഗ്രഹം ഇതാണോന്നൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. ഏതായാലും ഒന്നുകിൽ ഗുരുനാഥൻ വരണത് വരെ ഇതുവൻ പട്ടിണി കിടന്ന് ചാവട്ടെ, ഇല്ലെങ്കിൽ ശുക്രാചാര്യര് വന്ന് വല്ല മന്ത്രവാദവും ചെയ്യട്ടെ എന്ന ഭാവത്തിൽ വരണപാശം കൊണ്ട് ബന്ധിച്ചൊരു മൂലയ്ക്ക് അവിടെ ഇട്ടു. ഒരിക്കൽ പ്രഹ്ലാദന്റെ കൂട്ടുകാരെ പ്രഹ്ലാദന്റെ ചുറ്റുമായി വന്നിരുന്നിട്ട് ചോദിച്ചു, പ്രഹ്ലാദ, എന്താ നിനക്ക്? അച്ഛൻ പറഞ്ഞാൽ അനുസരിച്ചാല് പിന്നെ നിന്നെ ആരാ രക്ഷിക്കണത്? വെള്ളത്തിലിട്ടപ്പോ താണുപോയില്ല, തീയിലിട്ടപ്പോ പൊള്ളിയില്ല, ആരാ നിന്നെ രക്ഷിക്കണത്? ഇങ്ങനെ കുട്ടികളൊക്കെ സംശയം ചോദിച്ചപ്പോ ബാലാ ന ദൂഷിതധിയ, ആസുരികത തീണ്ടാത്ത ആ കൂട്ടുകാരുടെ മുൻപിൽ പ്രഹ്ലാദൻ ഭാഗവത ധർമ്മത്തെ ഉപദേശിച്ചു. ഈശ്വരനെ സേവിക്കാൻ, ഭഗവാനെ ആശ്രയിക്കാൻ ഏറ്റവും പറ്റിയത് നിങ്ങളുടെ ഈ പ്രായമാണ്. കൗമാര ആചരൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവം അർത്ഥതം. മാരന്റെ ചാപമേൽക്കാത്തതായ കൗമാരപ്രായത്തില് കുട്ടിക്കാലത്ത് ഈശ്വരനെ സേവിക്കണം. ഞാനേ റിട്ടയർഡായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാ. ഭാഗവതമൊക്കെ വീട്ടിലുണ്ട്, പിന്നെ ഇപ്പോൾ ജോലിയല്ലേ, റിട്ടയർഡായിട്ട് തുടങ്ങാൻ വിചാരിച്ചിട്ടാ എന്ന് കരുതരുത്. കാരണം അതുവരെ ഉണ്ടാവുന്ന വല്ല ഗ്യാരണ്ടി പേപ്പറും കയ്യിലുണ്ടോ? ഇല്ല. അധ്രുവം, ഏതു നിമിഷവും ഇല്ലാണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യജന്മത്തില് ഇന്ന് നാമം ജപിക്കാൻ അവസരമുണ്ട്, ഇപ്പൊ നാമം ജപിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പൊ ജപിച്ചോളൂ. നാവൂ കൂഴയാതെ നാമം ജപിക്കുവാൻ. ഇതെപ്പോ പ്രാർത്ഥിക്കണം? നാവ് കുഴയാതെ നാമം ജപിക്കാൻ സാധിക്കണേന്ന് എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? നാവൊക്കെ കുഴഞ്ഞിട്ടാണോ? അല്ല, നാവ് കുഴയാതെ നാമം ജപിക്കാൻ സാധിക്കണേന്ന് നാവ് കുഴയാത്ത ഈ സമയത്ത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നാമം ജപിക്കാൻ ഒരു സമയം നാളേക്ക് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പോ നാമം ജപിക്കാൻ നിങ്ങൾക്ക് സാധിച്ചുവോ, ഇപ്പോ നിങ്ങൾക്ക് നാമം ജപിക്കാം. കുട്ടിക്കാലത്ത് പലതരം ക്രീഡകളായിട്ടും, യൗവനകാലത്ത് പലതരത്തിലുള്ള വിചാരവികാരങ്ങളായിട്ടും, വാർദ്ധക്യകാലത്ത്
പലതരത്തിലുള്ളതായ അനുഭവ ചിന്തകളുമായിരിക്കുന്ന സമയത്തും അത്രമാത്രമിരിക്കുന്ന നേരത്തും കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ആ സമയത്തെങ്കിലും നാമം ജപം നാവിൽ വരണമെങ്കിൽ ഈ കുട്ടിക്കാലത്ത് ഇപ്പൊ ഇവിടെ വച്ചൊരു നാമം ജപിക്കണം. അയ്യോ, ഞങ്ങൾ അസുര ബാലകന്മാരല്ലേ പ്രഹ്ലാദ, നാമം ജപിക്കാൻ പാടുണ്ടോ? നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. നാമം ജപിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടോ? നാമം ജപിക്കാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടോ? നാമം ജപിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും ഒന്ന് ജപിച്ചാൽ ജന്മസാഫല്യം അപ്പോഴേ വന്നു പോം. ഈ മനുഷ്യജന്മത്തില് ലഭിക്കേണ്ട ആനന്ദം എന്താണ് എന്ന് നാമം ജപിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയേണ്ട താമസം സകല അസുര ബാലകന്മാരും തയ്യാറായിരുന്നു. പ്രഹ്ലാദൻ കൊളുത്തിക്കൊടുത്തതായ ആ തിരുനാമ ദീപം ഓരോ അസുര ബാലകന്റെയും ഹൃദയത്തിൽ അങ്ങനെ തെളിയാൻ തുടങ്ങിയപ്പോൾ ഹരിനാരായണ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലേക്ക് ചവിട്ടേറ്റ ഒരു വിഷസർപ്പത്തെ പോലെ ഓടി വന്നു ഹിരണ്യകശിപു. പ്രഹ്ലാദന്റെ മുടിക്കുത്തു പിടിച്ച് വലിച്ചെറിഞ്ഞു ചോദിച്ചു, ഹേ ധ്രുവിനീത, ഹേ മന്ദബുദ്ധിയായിട്ടുള്ളവനെ, എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ശത്രുവായ വിഷ്ണുവിൻ്റെ നാമം ജപിക്കാൻ നിനക്ക് ആരാണ് ധൈര്യം തരുന്നത് എന്ന് കൈ ഉയർത്തി ചോദിച്ചതായ അച്ഛൻ്റെ മുൻപിൽ എനിക്കൊരു ബലം, അച്ഛനൊരു ബലം, ലോകത്തിന് മുഴുവൻ ഒരു ബലമേ ഉള്ളൂ. കൈയൊന്ന് ഉയർത്താൻ, ഈ വിരലിങ്ങനെ മടക്കാൻ, നാവ് കൊണ്ട് ചോദിക്കാൻ, ഇങ്ങനെ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ അച്ഛന് ബലം ഭഗവാനല്ലേ. ആ ഭഗവാൻ തന്നെയാണ് സകല ചരാചരങ്ങൾക്കും ബലമായിരിക്കുന്നത് എന്ന പ്രഹ്ലാദന്റെ വാക്ക് കേട്ടപ്പോ വ്യക്തം ത്വം മർത്തുകാമോസി, നീ മരിക്കാൻ പോവാണെന്ന് ഉറപ്പായി. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് കിട്ടേണ്ട ഒരുത്തനുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ജഗദീശ്വരൻ ജഗദീശ്വരൻ എന്ന്? എനിക്ക് അവനെ ഒന്ന് കാണണം. എന്നിട്ട് നിന്റെ മുൻപിൽ വെച്ച് ഞാൻ ആ ജഗദീശ്വരന്റെ കഥ കഴിക്കും. അപ്പോൾ നിനക്ക് മനസ്സിലാവും ആരാ ജഗദീശ്വരൻ എന്ന്. എവിടെയാവൻ? അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാഹരിതി. എവിടെയാവൻ എന്ന് കലിതുള്ളി ചോദിക്കുന്നതായ ഹിരണ്യകശിപുവിന്റെ മുൻപില് സർവചരാചരങ്ങളിലും അവനുണ്ട് എന്നറിയിക്കുന്നതും ഒട്ടുമില്ല എന്ന് ഹിരണ്യകശിപു ഉറപ്പിച്ചൊരു സ്ഥലം കസ്മാൽ സ്തംഭേ ന. എന്തുകൊണ്ട് ഈ തൂണില് കാണുന്നില്ല? പ്രഹ്ലാദൻ നോക്കിയിട്ട് പറഞ്ഞു, ആര് പറഞ്ഞു ഇല്ല എന്ന്? ഇതിനകത്തും എൻ്റെ ശ്രീഹരിയുണ്ട് എന്ന് പ്രഹ്ലാദനൊന്ന് പറഞ്ഞ് ഒന്ന് കണ്ടു തുറക്കുമ്പോഴേക്കും പ്രഹ്ലാദൻ വ്യക്തമായിട്ട് ശംഖചക്ര ഗദാധാരിയായ നാരായണനെ കാണുന്നതും വീണങ്ങനെ നമസ്കരിച്ചു. ഹിരണ്യകശിപുവിന് സഹിച്ചില്ല. ഹിരണ്യകശിപു നോക്കുമ്പോൾ ഒരു തൂണ് മാത്രമേ കാണുന്നുള്ളൂ. ഇവനാണെങ്കിലോ തൂണിന്റെ മുമ്പിൽ നമസ്കരിച്ച് കിടക്കുന്നു. എങ്കിൽ നിന്റെ മുൻപിൽ വെച്ച് ഈ തൂണ് ഞാൻ ഇടിച്ചു പൊളിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നീ പറയുന്ന പോലെ ഒരു ജഗദീശ്വരൻ വന്നാൽ അവനെ നിന്റെ മുമ്പിൽ വെച്ച് ഞാൻ വധിക്കും എന്നും പറഞ്ഞ് സ്തംഭം തഥാട അതിബലസ്വമുഷ്ടിന ചെന്ന് ആ തൂണിലിടി അവിടെ കൊടുത്തതും അവിടെ ഘോരമായ ഒരു അട്ടഹാസം മുഴങ്ങി. ആ അട്ടഹാസത്തിന്റെ ശക്തിയിൽ ബ്രഹ്മാവ് പോലും ഇരിക്കുന്ന താമരയുടെ മുകളിൽ എഴുന്നേറ്റ് തുള്ളിപ്പോയി. സൂര്യചന്ദ്രന്മാർ പേടിച്ചൊളിച്ചു. സമുദ്രം കയറി വന്നു. അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം ചെയ്തു. ആ പൊടിപടലങ്ങളുടെ ഇടയിൽ കൂടി ഹിരണ്യകശിപു കണ്ടു അത്യത്ഭുതമായ ആ നരസിംഹഭാവത്തെ. പൊഞ്ചിലം പണിഞ്ഞ പാതാരബിന്ദവും ഞൊറിഞ്ഞുടുത്തതായ പീതാംബരപ്പട്ടും 16 കൈകളിലെ 12 കൈകളിൽ വിവിധ തരത്തിലുള്ള ആയുധങ്ങളും 4 കൈകളിൽ തീപ്പൊരി പറക്കുന്നതായ നഖായുധങ്ങളും വിരിഞ്ഞതായ വക്ഷസ്സിൽ ആടിയുലയുന്നതായ മാലകളും ഒക്കെ കണ്ടപ്പോ ഹിരണ്യകശിപു മനസ്സുകൊണ്ട് സമാധാനിച്ചു. ദേവൻ കൊല്ലില്ലല്ലോ, മനുഷ്യൻ കൊല്ലില്ലല്ലോ എന്നൊക്കെ. പക്ഷെ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് അഹോ, ഭാവമൊക്കെ മാറി. പാറിപ്പറക്കുന്നതായ വെളുത്ത സടാരോമങ്ങൾ, പടുകൂറ്റൻ ചെവികൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. കേശഭാരം, കിരീടം ധരിച്ചിട്ടുണ്ട്. കനൽക്കട്ട പോലെ തിളങ്ങുന്ന 2 ഉണ്ടക്കണ്ണുകൾ, കൊടുങ്കാറ്റ് പോലെ ശ്വാസോച്ഛ്വാസം കഴിക്കുന്ന നാസികാദ്വാരങ്ങൾ, ഗുഹ പോലെ തുറന്നിരിക്കുന്ന വായിൽ നിന്ന് പുറത്തേക്ക് നീണ്ടുവരുന്ന മഞ്ഞ ദംഷ്ട്രകൾ, നീട്ടിവെച്ചതായ നാവ് ഒക്കെ കൂടി കണ്ടപ്പോൾ ഒരടി പിറകോച്ചു വെച്ചു. പിന്നെ ഹിരണ്യകശിപു ഉറപ്പിച്ചു, നൂനം വിഷ്ണുരയം, കള്ളവേഷം കെട്ടുന്ന വിഷ്ണുവിന്റെ ഒരു നാടകവേഷം എന്ന് ഉറപ്പിച്ച ഹിരണ്യകശിപു എടുത്തൊരു ചാട്ടം. അലക്ഷലിംഗ പതിത പതംഗമ, ആളിക്കത്തുന്ന അഗ്നിയിലേക്കൊരു യാമ്പാറ്റയെ പോലെ. അതിഗംഭീരമായ യുദ്ധമുറകൾ കഴിഞ്ഞു. ഒടുവിൽ സന്ധ്യ കഴിഞ്ഞതും ഉമ്മറപ്പടിയിലേക്ക് ചാടിക്കയറിയിരുന്ന ഹിരണ്യകശിപുവിന്റെ ശരീരത്തെ തന്റെ മടിയിലേക്ക് അവിടെ മലർത്തി കിടത്തി. 2 കൈകളിലുള്ളതായ നഖായുധങ്ങളെ കൊണ്ട് ഹിരണ്യകശിപുവിനെ അവിടെ ഇറകിപ്പിടിച്ചു. വിരിഞ്ഞതായ മാറിടത്തിലേക്ക്
ഭഗവാൻ നഖായുധങ്ങളെ കുത്തിയിറക്കി മാറി പിളർന്ന് അതിനകത്തുള്ളതായ രക്തത്തെ വേണ്ടതുപോലെ പാനം ചെയ്ത് കുടൽമാലയെ തൻ്റെ കണ്ഠത്തിലൊരു തിരുവാഭരണമാക്കി ധരിച്ച് ഘോരഘോരമായി അട്ടഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ അരികിൽ പോകാൻ പോലും സാധിക്കാതെ ബ്രഹ്മാദി ദേവന്മാർ ദൂരത്ത് നിന്ന് സ്തുതിച്ചു. ആര് സ്തുതിച്ചിട്ടും അടങ്ങുന്നില്ല ഭഗവാന്റെ ക്രോധം എന്ന് കണ്ടപ്പോൾ ലക്ഷ്മീദേവി പോലും ഭയന്ന് ഓടിയതായ സമയത്ത് എല്ലാവരും ചെന്ന് പ്രഹ്ലാദനെ ശരണം പ്രാപിച്ചു. പ്രഹ്ലാദ, ചിലപ്പോൾ ഭഗവാൻ കാത്തിരിക്കുന്നത് നിന്റെ ഒരു നമസ്കാരത്തിന്, നിന്റെ ഒരു തലോടലിന് വേണ്ടിയിട്ടാവും. അതുകൊണ്ട് ഒന്ന് ചെന്ന് നീ നമസ്കരിക്കൂ. നീ പേടിക്കരുത്. കാരണം നീ ആരാധിക്കുന്ന നിന്റെ മഹാവിഷ്ണു, നിന്റെ നാരായണൻ തന്നെയാണ്. പുറമെ ഇങ്ങനെ വലിയ രൂപമൊക്കെ എടുത്തുന്നേ ഉള്ളൂ. പ്രഹ്ലാദ നീ ഇത്ര നൃസിംഹവേഷം തെല്ലും ഭയക്കാതരികത്തു ചെല്ലു, വെൺചാമരത്താടി അഴിച്ചു നോക്കൂ, കാണാമതിൽ രമ്യ കിശോരവേഷം. പുറമെയുള്ള ഈ സടാരോമങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്ന ആ വാക്ക് കേട്ടതും ഭഗവാന്റെ പാദത്തിലേക്ക് ദണ്ഡ നമസ്കാരം ചെയ്യുന്നു. പ്രഹ്ലാദന്റെ ഒരു സ്പർശനം കൊണ്ട് തന്നെ ഭഗവാന്റെ സകലതരത്തിലുള്ളതായ ക്രോധവും അവിടെ അസ്തമിച്ചു. വാരിയെടുത്ത് മടിയിലേക്ക് ചേർത്തിരുത്തി മാറിടത്തിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ ആനന്ദരൂപനായ ഭഗവാൻ ആനന്ദം കിട്ടി. പ്രഹ്ലാദനെ കിട്ടിയപ്പോൾ ആ ഭഗവാന്റെ മടിത്തട്ടിലിരുന്ന് പ്രഹ്ലാദനിത ഗംഭീരമായി ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതി കേട്ട് സർവരെയും അനുഗ്രഹിച്ച സാക്ഷാൽ നരസിംഹമൂർത്തി, പ്രഹ്ലാദപ്രിയനായ ആ നരസിംഹമൂർത്തി നമുക്കും സർവതരത്തിലുള്ളതായ ഭയത്തെയും നീക്കി അഭയം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ നാരായണീയ സേവ ചെയ്യുന്നതായ മെൽപ്പത്തൂര് ഈ ഒരു നരസിംഹാവതാര ദശകം എഴുതാൻ വേണ്ടിയിട്ട് വളരെ വിഷമിച്ചു അത്രേ. കാരണം ഇനി എഴുതേണ്ടത് എന്താ? ഉണ്ട കണ്ണുകള്, ഉയർത്തിപ്പിടിച്ചതായ പട്ടുകൂറ്റൻ ചെവി, ഇതൊക്കെയാ. പക്ഷേ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താ? താമര കണ്ണുകള്, ഒരു കയ്യിൽ ഓടക്കുഴല്, ഒരു കയ്യിൽ കദളിപ്പഴം, പട്ടുകോണകം, ഇതൊക്കെ എടുത്തു നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ടപ്പോൾ മേൽപ്പത്തൂര് പറഞ്ഞു, ഗുരുവായൂരപ്പ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ചിരിച്ചോണ്ടിരുന്നാലേ നരസിംഹാവതാരമൊക്കെ വളരെ പരുങ്ങലാവും എഴുതല്. അതുകൊണ്ട് ഒന്ന് ഈ രൂപം മാറ്റി ആ നരസിംഹ രൂപത്തെ ഒന്ന് കാട്ടിത്തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു നിമിഷം മേൽപ്പത്തൂരിന് ആ ഉഗ്ര നരസിംഹഭാവത്തെ ഭഗവാൻ കാട്ടിയെന്നും അന്ന് ആ ഭഗവാനെ നേരിട്ട് കണ്ടെഴുതിയ വാക്കുകളാണ് നാരായണീയത്തില് എന്നും ഒടുവിൽ പ്രഹ്ലാദപ്രിയ എന്ന് ഗുരുവായൂരപ്പനെ ഉറക്കെ വിളിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് ആ ദശകം സമർപ്പിച്ചത്. നമുക്കും ആ പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പനെ നമസ്കരിച്ച് ഈ വാക്കുകളെ സമർപ്പിക്കാം.